വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. നമ്മൾ മെഷർമെൻറ്റിൻ്റെ റെസിസ്റ്റൻസ്, മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ് എന്നുള്ള ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കറക്റ്റ് വ്യൂ നമുക്ക് ലഭിക്കാൻ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, which of the following instrument measures insulation resistance by applying a high DC voltage? അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് അല്ലേ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് മെഗർ ആണ് അല്ലേ. അപ്പോൾ മെഗർ ആണ് ഇൻസുലേഷൻ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെഗർ ജനറേറ്റ് എ ഹൈ DC വോൾട്ടേജ് യൂസിങ് എ ഹാൻഡ് ഓപ്പറേറ്റഡ് ഓർ ഇലക്ട്രോണിക് ജനറേറ്റർ ടു മെഷർ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഇൻ മെഗാ ഓംസിലായിരിക്കും നമുക്ക് റേഞ്ച് കിട്ടുന്നത്. അതുപോലെ ഈ ഒരു വേർഡും കൂടി ഓർക്കുക, ഹാൻഡ് ഓപ്പറേറ്റഡ് ഓർ ഇലക്ട്രോണിക് ജനറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു പോയിന്റും കൂടി ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ദി മേജർ സോഴ്സ് ഓഫ് എറർ ഇൻ ദി മെഷറിംഗ് ലോ റെസിസ്റ്റൻസ് ബൈ ദി വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഇസ്. അതായത് നമുക്ക് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന് കാരണം ഉണ്ടാകുന്ന ഒരു എറർ അല്ലേ, മെഷറിംഗ് ലോ റെസിസ്റ്റൻസ് ബൈ ദി വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു എറർ എന്ന് പറയുന്നത് കോണ്ടാക്ട് റെസിസ്റ്റൻസ് ലീഡും കാരണം ഉണ്ടാകുന്ന എന്താണ് എറർ ആണ്. അപ്പോൾ ലീഡ് ആൻഡ് കോണ്ടാക്ട് റെസിസ്റ്റൻസ് ബിക്കം കമ്പയറബിൾ ടു ദി അൺനോൺ ലോ റെസിസ്റ്റൻസ് റിസൾട്ടിങ് ഇൻ സിഗ്നിഫിക്കൻറ്റ് മെഷർമെൻറ്റ് എറർ. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഒരു വലിയൊരു മെഷർമെൻറ്റ് എററാണ് എന്ത് ചെയ്യുന്നത്, അവർ കാരണം ഉണ്ടാവുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ് ഉള്ളത്? ലീഡ് ആൻഡ് കോണ്ടാക്ട് റെസിസ്റ്റൻസ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, എറർ ഉണ്ടാകുന്നത്. ഓക്കെ, ലോ റെസിസ്റ്റൻസിൽ എറർ ഉണ്ടാകുന്നത് ബൈ എന്താണ്, ബൈ ദി ലീഡ് ആൻഡ് കോണ്ടാക്ട് റെസിസ്റ്റൻസ്. ക്ലാസ് എടുത്തപ്പോൾ ഈ ടോപ്പിക്ക് പറഞ്ഞതാണ്. അപ്പോൾ ആ പോയിന്റ് എന്ത് ചെയ്യുക, ഒന്ന് ആഡ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. മറ്റൊരു ക്വസ്റ്റ്യൻ, which bridge is specially designed to eliminate the effect of lead resistance? അപ്പോൾ ഈ ലീഡ് റെസിസ്റ്റൻസിന്റെ ഇഷ്യൂ മാറാൻ വേണ്ടിയിട്ട് അല്ലേ, നമുക്കറിയാം വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ എററൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഫോം ചെയ്തതാണ് ഏതെന്ന് പറയുന്നത് കെൽവിൻ ബ്രിഡ്ജ് കേട്ടോ, കെൽവിൻ ഡബിൾ ബ്രിഡ്ജ്. അപ്പോൾ കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിൽ നിന്നും കുറച്ചും കൂടി ഇഷ്യൂസ് പരിഹരിച്ചുകൊണ്ട് നമ്മൾ നിർമ്മിച്ചതാണ് എന്താണ് കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് യൂസസ് ആൻ അഡീഷണൽ സെറ്റ് ഓഫ് റേഷ്യോ ആംസ് ടു കോമ്പൻസേറ്റ് ഫോർ ലീഡ് ആൻഡ് കോണ്ടാക്ട് റെസിസ്റ്റൻസ്. അപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അഡീഷണൽ സെറ്റ് ഓഫ് റേഷ്യോ ആംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട് ടു കോമ്പൻസേറ്റ് എന്താണ്, ഫോർ ലീഡ് ആൻഡ് കോണ്ടാക്ട് റെസിസ്റ്റൻസ്. ഓക്കെ, സോ ഓക്കെ അല്ലേ. അപ്പോൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ അകത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ ഓക്കെ ആണല്ലോ. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർമ്മിച്ചതാണ് കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ലീഡ് ആൻഡ് കോണ്ടാക്ട് റെസിസ്റ്റൻസിൻ്റെ എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, അഡീഷണൽ സെറ്റ് ഓഫ് റേഷ്യോ ആംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു പോയിന്റും കൂടെ എന്ത് ചെയ്യുക, ഓർക്കുക. സോ ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, the resistance measured by a megar is generally expressed in. ഞാൻ പറഞ്ഞല്ലോ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആണല്ലേ മെഗർ മെഷർ ചെയ്യുന്നത്. അപ്പം ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ വാല്യൂ ആണ് റെസിസ്റ്റൻസിന്, ചെറിയ വാല്യൂ അല്ല അല്ലേ. അപ്പോൾ ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നമുക്ക് തരുന്നത്. സോ ഇതിന്റെ ആൻസർ ഏതാണ്, മെഗാ ഓം ആണ് അല്ലേ. സോ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഇസ് യൂഷ്വലി വെരി ഹൈ ആൻഡ് ഇസ് ദെയർ ഫോർ എക്സ്പ്രസ്ഡ് ഇൻ മെഗാ ഓം റേഞ്ച് ആണ് വരുന്നത്. സോ മെഗാ ഓമിൽ എപ്പോഴും ആലോചിക്കാം, മെഗാ ഓം, മെഗർ ആണ് മെഗാ ഓമിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ശരി, which method measures resistance using the relationship R is equal to V by I? സോ അമ്മീറ്റർ വോൾട്ട്മീറ്റർ മെത്തേഡ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, സിമ്പിൾ അറേഞ്ച്മെന്റ് ആണ് അല്ലേ. അമ്മീറ്ററും വോൾട്ട്മീറ്ററും കണക്ട് ചെയ്യുന്നു, ടേക്ക് ദ റീഡിംഗ് ഓഫ് അമ്മീറ്റർ ആൻഡ് വോൾട്ട്മീറ്റർ, ദെൻ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ R is equal to V by I. ക്ലാസ്സിൽ നമ്മളത് വ്യക്തമായിട്ട് പഠിച്ചതായിരുന്നു. ആറിൽ എന്ത് ചെയ്യുന്നു, V by I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിസൾട്ടിലേക്ക് എത്തും. സോ ഇതിന്റെ ആൻസർ ഏതാ, അമ്മീറ്റർ വോൾട്ട്മീറ്റർ മെത്തേഡ് അല്ലേ. So in the ammeter voltmeter method, current through the resistance and voltage across it are measured and resistance is calculated using the Ohm's law. V is equal to I into R എന്ന് പറയുന്ന Ohm's lawയ്ക്ക് അകത്തുനിന്നാണ് നമ്മൾ R is equal to V by I എന്ന് എടുക്കുന്നത് അല്ലേ. സോ ഫ്രം ദിസ് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി മറ്റൊരു ചോദ്യം, നമ്മൾ റെസിസ്റ്റൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ റെസിസ്റ്റൻസ് ഞാൻ പഠിക്കാൻ പറഞ്ഞു, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ്, പിന്നെ ഏതാണ്
നമ്മുടെ കേറി ഫോസ്റ്റർ ഉണ്ട്, പിന്നെ അമീറ്റർ വോൾട്ട് മീറ്റർ മെത്തേഡ് ഉണ്ട് അല്ലെ. അപ്പൊ അതിൻ്റെ അകത്ത് നെക്സ്റ്റ് എന്ന് പറയുന്ന പിന്നെ മെഗർ ഉണ്ട് അല്ലെ. കേറി ഫോസ്റ്റർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് മെഷർ ചെയ്യാനാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചായിരുന്നു. ഈ ഒരു പോയിന്റ് ഓർക്കുക, കമ്പയറിങ് ടു നിയർലി ഈക്വൽ ലോ റെസിസ്റ്റൻസ്. അപ്പം കമ്പയറിംഗ് ആണ് അവിടെ നടക്കുന്നത്, കേറി കമ്പയറിംഗ് അങ്ങനെ പഠിച്ചാലും മതി. ആക്ച്വലി റെസിസ്റ്റൻസ് തന്നെയാണ് മെഷർ ചെയ്യുന്നത്, പക്ഷെ എന്താണ്, കമ്പയറിംഗ് ടു നിയർലി ഈക്വൽ റെസിസ്റ്റൻസ് എന്നുള്ള വേർഡും കൂടി ഓർക്കുക. അപ്പോൾ ഇറ്റ്സ് ഓൾസോ എ മോഡിഫൈഡ് വെർഷൻ ഓഫ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് തന്നെയാണ്, ആൻഡ് യൂസ്ഡ് ഫോർ ആക്യുറേറ്റ് കമ്പാരിസൺ ഓഫ് നിയർലി ഈക്വൽ ലോ റെസിസ്റ്റൻസ്. ആക്ച്വലി ഇവിടെ എന്താണ്, രണ്ട് ലോ റെസിസ്റ്റൻസിന്റെ ആക്യുറേറ്റ് കമ്പാരിസൺ ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെയും പോസിബിൾ ആവുന്നത്. ഓക്കെ, വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു മെഷർ എർത്ത് റെസിസ്റ്റൻസ്. ഓക്കെ, എർത്തിന്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്, എർത്ത് ടെസ്റ്റർ എന്ന് പറയുന്നതാണ് യൂസ് ചെയ്യുന്നത്. എർത്ത് ടെസ്റ്റർ മെഷേഴ്സ് ദ റെസിസ്റ്റൻസ് ഓഫ് ആൻ എർത്തിങ് സിസ്റ്റം ടു എൻഷുർ പ്രോപ്പർ ഗ്രൗണ്ടിങ് ആൻഡ് സേഫ്റ്റി. നമുക്ക് എർത്തിങ് സിസ്റ്റത്തിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, എർത്ത് ടെസ്റ്റർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, നമുക്ക് റെസിസ്റ്റൻസ് വാല്യൂ അറിയണം. ഏറ്റവും കുറവ് റെസിസ്റ്റൻസ് വാല്യൂ ആണെങ്കിൽ മാത്രമാണ് കറണ്ട് എന്ത് ചെയ്യുന്നത്, ഗ്രൗണ്ടിൽ കൂടി പാസ് ചെയ്ത് പോകുന്നത് അല്ലേ. സോ ആ ഒരു വാല്യൂ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, എർത്ത് ടെസ്റ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ്. ഓക്കെ, മറ്റൊരു ചോദ്യം, എപ്പോഴാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവുന്നത്? അപ്പോൾ എപ്പോഴാണ് ബാലൻസ്ഡ് ആവുന്നത്, വളരെ സിമ്പിൾ ചോദ്യമാണ് അല്ലേ. നോ കറണ്ട് ഫ്ലോസ് ത്രൂ ദി ഗാൽവനോമീറ്റർ. അതായത് ബാലൻസ്ഡ് കണ്ടീഷൻ ആകുമ്പോൾ എന്ത് ചെയ്യില്ല, അതുവഴി കറണ്ട് ഫ്ലോ ചെയ്തില്ല, അപ്പം ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യും, സീറോ ഡിഫ്ലക്ഷൻ കാണിക്കും. അറ്റ് ബാലൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി എലമെന്റ് ഇസ് സീറോ, സോ നോ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്. അതുവഴി എന്ത് ചെയ്യില്ല, കറണ്ട് പാസ് ചെയ്ത് പോവില്ല. സോ നിങ്ങൾക്ക് ആ കണ്ടീഷൻ അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ് അല്ലേ, നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ശരി, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ മെഷറിംഗ് വെരി ലോ റെസിസ്റ്റൻസ്. അതായത് വളരെ കുഞ്ഞ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ ഏതാണ് സ്യൂട്ട് ചെയ്യാൻ പറ്റാത്തത്. സോ ഫ്രം ദിസ് നമ്മൾ പഠിച്ചു, റെസിസ്റ്റൻസ് മെഷർമെന്റിൽ ലോ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആളും മീഡിയം റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആളും നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഈ ഫ്രം ദ ഓപ്ഷൻസ് നമ്മുടെ ഈ കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്താണ്, ലോ റെസിസ്റ്റൻസ് മെഷർമെന്റിനുള്ളതാണ് അല്ലേ. കേറി ഫോസ്റ്ററും ആക്ച്വലി കമ്പാരിസൺ ഓഫ് ടു ലോ റെസിസ്റ്റൻസ് തന്നെയാണ് നോക്കുന്നത്. വീറ്റ്സ്റ്റോൺ എന്താണ്, മീഡിയം ആണ് അല്ലേ, മീഡിയം റെസിസ്റ്റൻസ് മെഷർമെന്റിന് യൂസ് ചെയ്യുന്ന ആളാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൈക്രോ ഓമീറ്റർ ആണെങ്കിലും മൈക്രോ റേഞ്ച് അല്ലേ, അപ്പോൾ അതും ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് തന്നെയായിരിക്കും തരുന്നത്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഇസ് ലെസ് അക്യൂറേറ്റ് ഫോർ വെരി ലോ റെസിസ്റ്റൻസ് ബിക്കോസ് ലീഡ് ആൻഡ് കോണ്ടാക്ട് റെസിസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് എന്താണ്, സിഗ്നിഫിക്കൻറ്റ് എറേഴ്സ്. നമുക്ക് ചെറിയ എറേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ഈ പറഞ്ഞ വെരി ലോ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തത്, ബിക്കോസ് ഓഫ് ലീഡ് ആൻഡ് കോണ്ടാക്ട് റെസിസ്റ്റൻസ് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എറർ കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വളരെ ലോ റെസിസ്റ്റൻസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ബൈ മീൻസ് ഓഫ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വെച്ചിട്ട് പറ്റില്ല. മീഡിയം റെസിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് റെസിസ്റ്റൻസ് ഈസ് ജനറലി മെഷേർഡ് യൂസിങ് എ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വെച്ചിട്ട് ഈ റേഞ്ചിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ അല്ലേ, ഏതായിരിക്കും ഏകദേശം മീഡിയം റെസിസ്റ്റന്റ് ആണ് അല്ലേ, ഒരു മീഡിയം വാല്യൂ ആണ് നമ്മൾ എപ്പോഴും പറയുന്നത്. അതായത് ബിലോ 1 ohm ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ലോ റെസിസ്റ്റൻസ് എന്ന് പറയും. ആ റേഞ്ച് ഞാൻ അപ്പോഴേ പഠിക്കാൻ പറഞ്ഞു, റെസിസ്റ്റൻസ് ആണ്. ഒരു 1 ohm to 100 ohമിന്റെ റേഞ്ചിൻ്റെ അകത്ത് നിൽക്കുകയാണെങ്കിൽ അതെന്ത് റെസിസ്റ്റൻസ് ആണ്, മീഡിയം ആണ് അല്ലേ. 100 ohമിനേക്കാളും മുകളിലാണെങ്കിൽ ഏതാണ്, ഹൈ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ 1നും 100നും ഇടയ്ക്കുള്ള വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസിഡർ ചെയ്യാൻ പറ്റും. ആൻഡ് ഫ്രം ദിസ് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, 100 ohm എടുക്കാം. 100 ohm വരെയുള്ളത് നമുക്ക് എന്താണ്, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ, ശരി. വിച്ച് ഇൻസ്ട്രുമെന്റ് ഇസ് കോമൺലി യൂസ്ഡ് ടു മെഷർ എർത്ത് റെസിസ്റ്റൻസ്. ആ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ നോക്കിയതല്ലേ. സോ എർത്ത് ടെസ്റ്റർ ആണ് എർത്ത് റെസിസ്റ്റൻസിന്റെ മെഷർമെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമ്മൾ നോക്കിയ കാര്യമാണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബാലൻസ് കണ്ടീഷൻ ഓഫ് എ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഈസ് ഒബ്റ്റെയിൻഡ് വെൻ. എപ്പോഴാണ് കിട്ടുന്ന ബാലൻസ് കണ്ടീഷൻ, ഗാൽവനോമീറ്ററിൽ കൂടി ഈ ഓപ്ഷനും നമുക്ക് കറക്റ്റ് ഓപ്ഷനും കൂടി എഴുതാൻ പറ്റണം അല്ലേ. കണ്ടീഷൻ അറിയാമെങ്കിലും പല രീതിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ എപ്പോഴാണ് ഒരു ബാലൻസ് കണ്ടീഷൻ ഒക്കെ ചെയ്യുന്നത്, മാക്സിമം കറണ്ട് ഗാൽവനോമീറ്ററിൽ കൂടി ഫ്ലോ ചെയ്യുമ്പോഴാണോ, അതോ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യാത്തപ്പോഴാണോ, അതോ ബാറ്ററി വോൾട്ടേജ് 0 ആകുമ്പോഴാണോ, അല്ലെങ്കിൽ എല്ലാ റെസിസ്റ്റൻസും ഈക്വൽ ആകുമ്പോഴാണോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാം. കണ്ടീഷൻ എല്ലാം പഠിച്ചു വയ്ക്കുക. അപ്പോൾ എന്താണ്,
സീറോ കറണ്ട് ഗാലനോമീറ്ററിൽ കൂടി എന്ത് ചെയ്യണം? ഫ്ലോ ചെയ്യണം അല്ലേ? അന്നേരമാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? മീൻസ് ഡിഫ്ലക്ഷൻ ഒന്നും കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ബാലൻസ്ഡ് കണ്ടീഷൻ ആയി എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, അറ്റ് ബാലൻസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി ഗാലനോമീറ്റർ ഈസ് സീറോ. സോ നോ കറണ്ട് എന്ത് ചെയ്യുന്നില്ല, അതുവഴി ഫ്ലോ ചെയ്യുന്നില്ല എന്ന് പറയാനായിട്ട് പറ്റും അല്ലേ? ഓക്കെ, which of the following bridge is mainly used for comparing two nearly equal low resistance? ഓക്കെ, ലോ റെസിസ്റ്റൻസ്. അപ്പം ഇവിടുത്തെ മാക്സ്വെൽ ബ്രിഡ്ജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മീഡിയം റെസിസ്റ്റൻസ് മെഷർമെന്റിന് അല്ല യൂസ് ചെയ്യുന്നത് അല്ലേ? എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇൻഡക്റ്റൻസിന്റെ മെഷർമെന്റിനാണ് മാക്സ്വെല് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഷിയറിംഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കപ്പാസിറ്റൻസിന്റെ മെഷർമെന്റിനാണ് യൂസ് ചെയ്യുന്നത്. കേറി ഫോസ്റ്റർ ആണ് പിന്നെയുള്ള ഒരു ഓപ്ഷൻ അല്ലേ? കേറി ഫോസ്റ്റർ ആണ് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഉത്തരം. കേറി ഫോസ്റ്റർ ആണ് എന്ത് ചെയ്യുന്നത്? ലോ റെസിസ്റ്റൻസ് കമ്പയറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഹേ ബ്രിഡ്ജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതും ഇൻഡക്റ്റൻസിന്റെ മെഷർമെന്റിനാണ് അല്ലേ? അപ്പം ഇൻഡക്റ്റൻസ് ആണ്, അതുപോലെ ഹൈ വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ് ആണ് എന്നും കൂടി പഠിക്കുക. അപ്പൊ ഇത്രയും അതിൽ നിന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? കേറി ഫോസ്റ്റർ ബ്രിഡ്ജ് ആണ് ഉത്തരം. സോ ദ കേറി ഫോസ്റ്റർ ബ്രിഡ്ജ് ഈസ് യൂസ് ടു കമ്പയർ two nearly equal low resistance accurately and is often used for the calibration work. നമ്മളപ്പോൾ അത് കാലിബ്രേഷൻ വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ശരി. Which of the following is the main source of error in low resistance measurement? അപ്പോൾ ഇതിലേതാണ് എറർ ഇൻ ലോ റെസിസ്റ്റൻസ് മെഷർമെന്റിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്? ഏതാണ്? യെസ്, ലീഡ് ആൻഡ് കോണ്ടാക്ട് റെസിസ്റ്റൻസ് ആണ്. ലീഡ് ആൻഡ് കോണ്ടാക്ട് റെസിസ്റ്റൻസ് become significant compared to the unknown low resistance causing measurement errors. അതായത് അൺനോൺ റെസിസ്റ്റൻസ് വാല്യൂവിനെക്കാളും ഈ വാല്യൂ എന്ത് ചെയ്യും? മുന്നോട്ട് നിൽക്കും, ലീഡ് ആൻഡ് കോണ്ടാക്ട് റെസിസ്റ്റൻസ്. സോ അതിന്റെ വാല്യൂ കുറച്ച് മുന്നോട്ട് നിൽക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റും? ഡിഫക്റ്റ് ഇൻ എറർ വരും അല്ലേ? നമ്മുടെ റീഡിങ്ങിൽ എന്ത് സംഭവിക്കും? ആക്യുറസി ഇല്ലാതെയാവും, റീഡിങ് കറക്റ്റ് അല്ലാണ്ടാവും. സോ ആ ഇഷ്യൂ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കെൽവിനിലേക്ക് പോയി അല്ലേ? കെൽവിൻ ബ്രിഡ്ജിലേക്ക് പോയി. അപ്പോൾ മെഷർമെന്റ് എറർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? ഇതിന്റെ ഉത്തരം ഏതാണോ? മെയിൻ സോഴ്സ് ലീഡ് ആൻഡ് കോണ്ടാക്ട് റെസിസ്റ്റൻസ്. ഓക്കെ, മറ്റൊരു ചോദ്യം, ദ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഇസ് മോസ്റ്റ് suitable ഫോർ മെഷറിംഗ്. ഏത് മെഷർമെന്റിനാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ആദ്യമേ ഓർക്കുക, ഇറ്റ്സ് യൂസ്ഡ് ഫോർ മെഷറിംഗ്. എന്തിൻ്റെയാണ്? റെസിസ്റ്റൻസ് മെഷർമെന്റിനാണ് യൂസ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് മെഷർമെന്റ് തന്നെ ഏത് റേഞ്ച് ആണ്? മീഡിയം റേഞ്ച് ആണ്. മീഡിയം റേഞ്ച് എന്ന് പറയുന്നത് 1 to 100, അതല്ലെങ്കിൽ ആ ഒരു റേഞ്ചും കൂടി ഒന്ന് പഠിക്കണം. 1 ohm to 100 kilo ohm റേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത്? റേഞ്ച് വരുന്നത് അല്ലേ? അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് ഈസ് ആൻ ഇംപ്രൂവ്ഡ് വേർഷൻ ഓഫ്. അടുത്ത ക്വസ്റ്റ്യനും അതേ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ ഇന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുന്നത് എല്ലാ ക്വസ്റ്റ്യനും ഈ പറയുന്ന മെഷർമെന്റ് റിലേറ്റഡ് ആയിരിക്കും. എങ്ങനെ ചോദിച്ചാലും എഴുതാൻ പറ്റണം എന്നുള്ള രീതിക്ക് ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഉത്തരം ഏതാണ്? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് ഈസ് എ മോഡിഫൈഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഡിസൈൻ ടു ഇംപ്രൂവ് ആക്യുറസി ഓഫ് ലോ റെസിസ്റ്റൻസ് മെഷർമെന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇറ്റ്സ് എ ഡിസൈൻ ടു ഇംപ്രൂവ് ദി ആക്യുറസി, ലോ റെസിസ്റ്റൻസ് മെഷർമെന്റിന്റെ ആക്യുറസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്താണ് ഏത്? കെൽവിൻ ഡബിൾ ബ്രിഡ്ജ്. ഇറ്റ് ഈസ് എ മോഡിഫൈഡ് വെർഷൻ ഓഫ് വിച്ച് വൺ? ഇംപ്രൂവ്ഡ് വെർഷൻ ഓഫ് ദിസ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ഇംപ്രൂവ്ഡ് വെർഷൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഡയറക്ട്ലി ഓൺ ഓംസ് ലോ? ഓംസ് ലോ ഡയറക്റ്റ് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഏതാണ്? ഓംസ് ലോ വെച്ചിട്ട് നമ്മൾ ഈക്വൽ ടു I into R അല്ലേ? അപ്പോൾ R ഈക്വൽ ടു V/I വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് എടുക്കുന്ന ഏതാ? യെസ്, അമ്മീറ്റർ വോൾട്ട് മീറ്റർ മെത്തേഡാണ്. മെത്തേഡ് മെഷർ വോൾട്ടേജ് ആൻഡ് കറണ്ട്, ദെൻ കാൽക്കുലേറ്റ് റെസിസ്റ്റൻസ് യൂസിങ് ഓംസ് ലോ. R ഈക്വൽ ടു V/I അല്ലേ? ആ ഇക്വേഷൻ നോക്കിയിട്ട് നമുക്ക് പറഞ്ഞു. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഓംസ് ലോ വെച്ച് ഡയറക്റ്റ് നമ്മൾ ഇക്വേഷൻ ആ രണ്ട് വാല്യൂ റീഡിങ് എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ, വിച്ച് ബ്രിഡ്ജ് ഇസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ മെഷറിംഗ് ദ റെസിസ്റ്റൻസ് ഓഫ് ട്രാൻസ്ഫോമർ വൈൻഡിങ്? നമ്മുടെ ട്രാൻസ്ഫോമർ വൈൻഡിങ്ങിൻ്റെയൊക്കെ റെസിസ്റ്റൻസ് കാണാനായിട്ട് ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫ്രം ദ ഓപ്ഷൻ ഇതിൽ റെസിസ്റ്റൻസിന്റെ ഒരു അതായത് തന്നിരിക്കുന്ന ഒരെണ്ണം മാത്രമേ ഉള്ളൂ. കണ്ടോ? ഷിയറിംഗ് അല്ലല്ലോ, കപ്പാസിറ്റൻസ് ആണ്. മാക്സ്വെല്ലിലെ ഇൻഡക്റ്റൻസ് ആണ്. വെയിൻ ബ്രിഡ്ജ് എന്താ? ഫ്രീക്വൻസി ആണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് ഓപ്ഷൻ ടിക്ക് ചെയ്താൽ ക്യാൻസൽ ചെയ്താൽ പോലും കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് എന്ന് കിട്ടും. ട്രാൻസ്ഫോമർ വൈൻഡിങ് റെസിസ്റ്റൻസ്
എപ്പോഴും ഓർക്കുക, ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ് റെസിസ്റ്റൻസ് എപ്പോഴും ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും. കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് ആക്യുറേറ്റ്ലി മെഷർ ലോ റെസിസ്റ്റൻസ് ബൈ എലിമിനേറ്റിംഗ് ലീഡ് ആൻഡ് കോണ്ടാക്ട് റെസിസ്റ്റൻസ് എറേഴ്സ്. ഓക്കെ, ലീഡ് ആൻഡ് കോണ്ടാക്ട് റെസിസ്റ്റൻസ് എറർ ഒഴിവാക്കാനും എന്ത് ചെയ്യും, അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, next is which instrument is primarily used to check the insulation condition of an electric motor. Electric motor ന്റെ അപ്പോൾ കെൽവിൻ എന്താ യൂസ് ചെയ്യുന്നത്? കെൽവിന് യൂസിങ് കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് ആണ് യൂസ് ചെയ്യുന്നത്. ട്രാൻസ്ഫോമർ വൈൻഡിങ്ങിൽ യൂസ് ചെയ്യുന്നത് കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് ആണ്. ബിക്കോസ് എന്താണ്, ലോ റെസിസ്റ്റൻസ് വാല്യൂസ് ആയിരിക്കും കേട്ടോ. വിച്ച് ഇൻസ്ട്രുമെന്റ് ഇസ് എന്താണ്, ഇൻസുലേഷൻ കണ്ടീഷൻ ഓഫ് എൻ ഇലക്ട്രിക്കൽ മോട്ടർ. ഇലക്ട്രിക്കൽ മോട്ടർ ആകുമ്പോൾ ഏതാണ്, മെഗർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എ മെഗർ മെഷേഴ്സ് ദ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദി വൈൻഡിങ്സ് ആൻഡ് എർത്ത് ഓർ ബിറ്റ്വീൻ വൈൻഡിങ് ടു അസസ് ദ ഇൻസുലേഷൻ കണ്ടീഷൻ ഓഫ് മോട്ടർ. അപ്പം മെഗർ ആണ് എന്ത് ചെയ്യുന്നത്, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് കാണുമ്പോഴേ നമുക്ക് എന്താ അറിയണം, അതിന്റെ ആൻസർ മെഗർ ആണെന്ന് പറയാൻ പറ്റണം. ഓക്കെ, ഇൻ എ ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഇഫ് ദ റേഷ്യോ ആംസ് പി ആൻഡ് ക്യൂ ആർ ഈക്വൽ ദെൻ ദി അൺനോൺ റെസിസ്റ്റൻസ് ഈസ്. ഏതാണ്, പിയും ക്യൂവും ഈക്വൽ ആണെങ്കിൽ അൺനോൺ റെസിസ്റ്റൻസ് എന്തായിരിക്കും? പിയും ക്യൂവും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉത്തരം പറയുന്നത് നോൺ റെസിസ്റ്റൻസിന് ഈക്വൽ ആണ്. റേഷ്യോ ആകുമ്പോൾ പി ആൻഡ് ക്യൂ ഈക്വൽ കണ്ടീഷൻ ആണെങ്കിൽ അൺനോൺ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നോൺ റെസിസ്റ്റൻസിന് ഈക്വൽ ആണ്. സോ വെൻ പി ഇസ് ഈക്വൽ ടു 2 ക്യൂ, ദ ബാലൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ആർ ബൈ എക്സ് ആണ് അല്ലേ. പി ബൈ ക്യൂ ഈക്വൽ ആയി കഴിഞ്ഞാൽ ഈ പികം എന്താണ്, 1 എന്നാവും. നമുക്ക് ഇങ്ങനെയല്ലേ എഴുതുന്ന, പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ എക്സ്. ഈ പി ബൈ ക്യൂവിന്റെ വാല്യൂ ഈക്വൽ ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും, 1 എന്ന് വരും അല്ലേ, ഈക്വൽ ടു ആർ ബൈ എക്സ് എന്ന് വരും. therefore the unknown resistance is equal to the known resistance. അപ്പൊ ഇങ്ങനെ വരില്ലേ, ആർ ഇസ് ഈക്വൽ ടു എക്സ് എന്നുള്ള കണ്ടീഷനിലേക്ക് വരും. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് പഠിക്കേണ്ട ഒരു കാര്യം എന്താണ്, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ബാലൻസ്ഡ് കണ്ടീഷൻ വരുമ്പോൾ ഉള്ള ഇക്വേഷൻ പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ആർ ബൈ എക്സ് ആണ്. സോ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചു വെച്ചേക്കണം, ഇതിന്റെ ബാലൻസ്ഡ് കണ്ടീഷനിലുള്ള ഇക്വേഷൻ. സോ വെൻ പി ഇസ് ഈക്വൽ ടു ക്യൂ പി ബൈ ക്യൂ ഈക്വൽ ടു ആർ ബൈ എക്സ് ആണ്. എപ്പോഴെങ്കിലും ഈക്വൽ കണ്ടീഷൻ വന്നാൽ എന്ത് വരും, ഇതിന്റെ വാല്യൂ ഇങ്ങനെയായിട്ട് ചേഞ്ച് ആവും. ഓക്കെ, വിച്ച് ഫാക്ടർ ഡിസ് നോട്ട് ഇഫക്ട് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. ഫ്രം ദ ഇക്വേഷൻ വി നോ എന്താണ്, കളർ അല്ലേ. കളർ മാത്രം ബാധിക്കുകയില്ല, കാരണം ആറ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, റോ എൽ ഡിവൈഡഡ് ബൈ എ ആണ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ലെങ്ത്, ക്രോസ് സെക്ഷണൽ ഏരിയ, ദെൻ റോ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നില്ല, കളറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ഓൺ ലെങ്ത്, ക്രോസ് സെക്ഷൻ ഏരിയ, മെറ്റീരിയൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഓഫ് ദി കണ്ടക്ടർ. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഇഫക്ട് ദി കളർ. കളറിനെ എഫക്ട് ചെയ്യുന്നുണ്ടോ, ഇല്ല. അപ്പൊ റെസിസ്റ്റൻസിന്റെ ചാപ്റ്റർ ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുള്ള ഒരു ഏരിയ ആണിത്. സോ മെയിൻലി നിങ്ങൾ ഓർക്കുക, നമ്മൾക്ക് ഇവിടെ എന്ത് മാത്രം ഇഫക്റ്റ് ചെയ്യില്ല, കളർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി മാത്രം എന്ത് ചെയ്യില്ല, റെസിസ്റ്റൻസിനെ ഇഫക്റ്റ് ചെയ്യില്ല. ബാക്കിയെല്ലാം എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. ശരി, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ്സ് ഗീവ്സ് ദ ഹയസ്റ്റ് ആക്യുറസി ഫോർ മെഷറിംഗ് മീഡിയം റെസിസ്റ്റൻസ്. മീഡിയം എന്ന് വാക്ക് കേൾക്കുമ്പോഴേ നമുക്ക് ഓപ്ഷൻ അന്ന് എലിമിനേറ്റ് ചെയ്ത് വേണമെങ്കിലും കണ്ടുപിടിക്കുക അല്ലേ. ഇതിന്റെ ആൻസർ ഏതാണ്, വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ്. The Wheatstone bridge is a null deflection method and provides greater accuracy than direct measurement method for medium resistance. So നമ്മൾ ഈ Wheatstone bridge എന്ന് പറയുന്നത് ഒരു null deflection method ആണ്, and it gives a greater accuracy than direct measurement methods. നമ്മൾ ഡയറക്റ്റ് മെഷർമെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതിനേക്കാളും കുറെ കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് തരുന്നത് Wheatstone bridge ആണ്. ഓക്കെ, the error due to lead resistance is negligible while measuring. അപ്പോൾ ലീഡ് റെസിസ്റ്റൻസ് കാരണമുള്ള എറർ എപ്പോഴാണ് നെഗ്ലിജിബിൾ കണ്ടീഷൻ ആവുന്നതെന്നാണ്. അപ്പം ലീഡ് റെസിസ്റ്റൻസ് ഈസ് എക്സ്ട്രീംലി സ്മോൾ കമ്പയർഡ് ടു എ റെസിസ്റ്റൻസ് ഓഫ് സെവറൽ മെഗാ ഓംസ്. സോ ഇറ്റ്സ് എഫക്റ്റ് ക്യാൻ ബി ഇഗ്നോർഡ്. അതായത് നമ്മളിപ്പോൾ വലിയ മെഗാ ഓം റേഞ്ചിൽ ഉള്ള വാല്യൂ ആണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ലീഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, കൺസിഡർ ചെയ്യേണ്ടി വരില്ല. നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, നെഗ്ലക്ട് ചെയ്ത് ഒഴിവാക്കാനായിട്ട് പറ്റും. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ അതൊരു 10 മെഗാ ഓം, വലിയൊരു റേഞ്ച്. ക്വസ്റ്റ്യനിൽ ഇപ്പോൾ 10 മെഗാ ഓം ആണ് വലിയ റേഞ്ച് എന്ന് പറയുന്നത്. സോ നമുക്ക് ആ ഒരു റേഞ്ചിൽ ലീഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നെഗ്ലിജിബിൾ ആക്കാനായിട്ട് പറ്റും. അപ്പം വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിലാണ് ലീഡ് റെസിസ്റ്റൻസിന്റെ ഇഷ്യൂ, എറേഴ്സ് ഒക്കെ ഉണ്ടാവുന്നത്. സോ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, കെൽവിൻ ഡബിൾ ബ്രിഡ്ജിലേക്ക് പോയത്. സോ ഈ ലീഡ് റെസിസ്റ്റൻസിന്റെ പ്രശ്നം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക്
ഒഴിവാക്കാനായിട്ട് പറ്റും അല്ലേ. നമുക്കൊരു സെവറൽ മെഗാ ഓംസ് ഒക്കെയാണ് നമ്മൾ റെസിസ്റ്റൻസ് നമ്മൾ നോക്കാനായിട്ട് എടുക്കുന്നതെങ്കിൽ വി ക്യാൻ ഇഗ്നോർ ദിസ്. ഈ ചെറിയ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മെത്തേഡ് ഫോർ മെഷറിങ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ റെസിസ്റ്റൻസ് മെഷർമെന്റിന് അല്ലാത്തത് ഏതാണ്? സോ നമുക്കറിയാം വീറ്റ്സ്റ്റോൺ മീഡിയം റെസിസ്റ്റൻസിന് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് അമ്മീറ്റർ വോൾട്ട്മീറ്റർ ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ മെഷർമെന്റ് റെസിസ്റ്റൻസ്. പിന്നെ കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റെസിസ്റ്റൻസ് മെഷർമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഷിയറിംഗ് ബ്രിഡ്ജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കപ്പാസിറ്റൻസിന്റെ മെഷർമെന്റിനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഷിയറിംഗ് ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് കപ്പാസിറ്റൻസ്. പിന്നെ ഷിയറിംഗ് ബ്രിഡ്ജിൽ കപ്പാസിറ്റൻസ് മാത്രമല്ല, നമുക്ക് ലോസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൈഇലക്ട്രിക് ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷിയറിംഗ് ബ്രിഡ്ജിൽ നിന്ന് മെഷർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ നോട്ട് റെസിസ്റ്റൻസ്. ഓക്കെ, റെസിസ്റ്റൻസ് നമുക്ക് അതിനകത്ത് കിട്ടില്ല. അപ്പോൾ കപ്പാസിറ്റൻസ് മെഷർമെന്റിൽ വരുന്ന വൺ ഓഫ് ദ മെഷർമെന്റ് ആണ് ഷിയറിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഷിയറിംഗ് ബ്രിഡ്ജ് എന്താണ്, നമുക്ക് കപ്പാസിറ്റൻസ് ഡൈഇലക്ട്രിക് കപ്പാസിറ്റൻസ് മാത്രമല്ല, നമുക്ക് ഡൈഇലക്ട്രിക് ലോസും എന്ത് ചെയ്യും, കണ്ടുപിടിച്ച് തരും. ശരി, മെഗർ മെഷേഴ്സ് റെസിസ്റ്റൻസ് ബൈ അപ്ലൈയിങ് ഏതാണ്, നമ്മൾ ഹൈ ഡി സി വോൾട്ടേജ് അപ്ലൈ ചെയ്യണം കേട്ടോ. മെഗർ അപ്ലൈസ് എ ഹൈ ഡി സി വോൾട്ടേജ് ടു ഡിറ്റക്ട് ദ ഇൻസുലേഷൻ ലീക്കേജ് ആൻഡ് മെഷർ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആക്യുറേറ്റ്ലി നമുക്ക് എന്ത് ചെയ്യുന്നത്, മെഷർ തരുന്നത്. പിന്നെ ഇതില് നമുക്ക് ഡിസോട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഈ പറഞ്ഞ പോലെ മെഷറിംഗ് ഡിവൈസ് ആണ് ഡിസോട്ടി. ആൻഡ് ദിസ് ഡിസോട്ടി എന്ന് പറയുന്നത് എന്ത് മാത്രമേ മെഷർ ചെയ്ത് തരത്തുള്ളൂ, നമുക്ക് കപ്പാസിറ്റൻസിന്റെ മെഷർമെന്റ് മാത്രമേ തരത്തുള്ളൂ. ഡൈഇലക്ട്രിക് ലോസ് എന്ത് ചെയ്യില്ല, ഡൈഇലക്ട്രിക് ലോസ് ചെക്ക് ചെയ്ത് തരത്തില്ല. സോ ദാറ്റ്സ് വൈ നമ്മൾ ഷിയറിംഗ് ബ്രിഡ്ജിലോട്ട് പോകുന്നത് കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ശരി, ഇനി മെഗർ ആണല്ലേ. മെഗർ എന്ന് പറയുന്നത് യൂഷ്വലി എന്താണ്, നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഹൈ ഡി സി വോൾട്ടേജ് ആണ്. എ മെഗർ അപ്ലൈസ് എ ഹൈ ഡി സി വോൾട്ടേജ് ടു ഡിറ്റക്ട് ഇൻസുലേഷൻ ലീക്കേജ് ആൻഡ് മെഷർ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആക്യുറേറ്റ്ലി. സോ വി യൂസ് എന്താണ്, ഹൈ ഡി സി വോൾട്ടേജ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. സോ ഇവിടുന്ന് ആ ഓപ്ഷനിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റണം, ഹൈ ഡി സി വോൾട്ടേജ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. ദ നൾ ഡിഫ്ലക്ഷൻ മെത്തേഡ് യൂസ്ഡ് ഇൻ ബ്രിഡ്ജ് സർക്യൂട്ട്സ് പ്രൊവൈഡ്സ്. എന്താണ് നൾ ഡിഫ്ലക്ഷൻ മെത്തേഡ്, നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആക്യുറസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നൾ ഡിഫ്ലക്ഷൻ മെത്തേഡ് മെഷർമെന്റ്സ് ആർ ടേക്കൺ അറ്റ് ദി ബാലൻസ് പോയിന്റ് വെയർ നോ കറന്റ് ഫ്ലോസ് ത്രൂ ദി ഡിറ്റക്ടർ, മിനിമൈസ് ദി മെഷർമെന്റ് എറേഴ്സ് ആൻഡ് ഇംപ്രൂവിംഗ് ദി ആക്യുറസി. നമുക്ക് എന്ത് കിട്ടും, ആക്യുറസി എന്ന് പറയുന്നത് കൂടുതലായിട്ട് കിട്ടും. ഓക്കെ, ശരി, അപ്പൊ അതൊന്ന് ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് ഇസ് ഫോൾസ്. ഏതാണ് തെറ്റായിട്ടുള്ള ഉത്തരം? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ലോ റെസിസ്റ്റൻസ്. അത് കറക്റ്റ് തന്നെയല്ലേ, ലോ റെസിസ്റ്റൻസ് മെഷർമെന്റിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് എലിമിനേറ്റ് ദി ഇഫക്റ്റ് ഓഫ് ലീഡ് റെസിസ്റ്റൻസ്. അതും കറക്റ്റ് ആണ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ഇഷ്യൂ നമ്മൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് കൊണ്ടുവന്നതാണ്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ ആക്യുറേറ്റ് ദാൻ ദ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഫോർ ലോ റെസിസ്റ്റൻസ് മെഷർമെന്റ്. യെസ്, അതും കറക്റ്റ് തന്നെയാണ്. മോർ ആക്യുറേറ്റ് റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദി ഇൻസുലേഷൻ റെസിസ്റ്റൻസ്. അവിടെ തെറ്റിപ്പോയി അല്ലേ. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ യൂസ് ചെയ്യുന്നത്? അല്ല. സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ആൻഡ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ബൈ മീൻസ് ഓഫ് മെഗർ. നമുക്ക് മെഗർ ഉണ്ട് മെഷർ ചെയ്യാൻ. സോ ഇതിന്റെ ആവശ്യം ഇല്ല. So Kelvin double bridge is used only for measuring very low resistance. Insulation resistance is measured using a megar because it requires a high DC ടെസ്റ്റ് വോൾട്ടേജ്. കാരണം ഇതിനൊരു ഹൈ ഡി സി ടെസ്റ്റ് വോൾട്ടേജ് മെഗറിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രിവൺ ഹാൻഡ് ഡ്രിവൺ അല്ലെങ്കിൽ ഒരു ജനറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിന് മീൻസ് ഒരു ഡി സി വോൾട്ടേജ് എന്താണ് മസ്റ്റായിട്ടും ഇതിന് എന്ത് ചെയ്തിരിക്കണം, ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ എന്തിനുണ്ട്, ഈ പറഞ്ഞ കെൽവിൻ മെഗറിനുണ്ട്. സോ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യാൻസൽ ചെയ്തിട്ട് ഇത് കറക്റ്റ് ആൻസറിലേക്ക് പോവാം. ഇനി ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ടെസ്റ്റ് നടക്കുമ്പോൾ ഗാൽവനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സീറോ ഡിഫ്ലക്ഷൻ കാണിച്ചാൽ ബ്രിഡ്ജ് എന്ത് കണ്ടീഷനിൽ ഇരിക്കുന്നു എന്നാണ് അർത്ഥം? ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. സീറോ ഡിഫ്ലക്ഷൻ മീൻസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി ഗാൽവനോമീറ്റർ സീറോ, ദെയർഫോർ നോ കറണ്ട് എന്ത് ചെയ്യുന്നില്ല, അതുവഴി ഫ്ലോ ചെയ്യുന്നില്ല. ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ബ്രിഡ്ജ് ഹാസ് റീച്ച് ദി ബാലൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ബാലൻസ്ഡ് കണ്ടീഷനിലോട്ട് ബ്രിഡ്ജ് എത്തി എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ശരി, ഇനി
മറ്റൊരു ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ വീസ്റ്റോൺ ബ്രിഡ്ജ് ഇസ് കറക്റ്റ്? സോ ഏതാണ് ഇതിൽ കറക്റ്റ് ഓപ്ഷൻ? AC മെഷർമെന്റ് അല്ലല്ലോ, അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യോ? ഇല്ല. പിന്നെ ഏതാണ്? കപ്പാസിറ്റൻസ് മെഷർമെന്റ് അല്ല. സോ ആൻസർ ഏതാണ്? നൾ ഡിഫ്ലക്ഷൻ. കൂടുതലും വീസ്റ്റോൺ ബ്രിഡ്ജിന്റെ പല പല പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അറ്റ് ബാലൻസ് നോ കറന്റ് ഫ്ലോസ് ത്രൂ ദി കാലിനോമീറ്റർ ഗിവിംഗ് വെരി ആക്യുറേറ്റ് റിസൾട്ട്. ദിസ് ഇസ് നോൺ ആസ് നൾ ഡിഫ്ലക്ഷൻ പ്രിൻസിപ്പിൾ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നൾ ഡിഫ്ലക്ഷൻ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. വൈ ഈസ് എ ഗാൽവനോമീറ്റർ യൂസ് ഇൻ എ ബ്രിഡ്ജ് സർക്യൂട്ട് ഇൻസ്റ്റെഡ് ഓഫ് എൻ അമ്മീറ്റർ? നമ്മൾ അമ്മീറ്റർ യൂസ് ചെയ്യാണ്ട് നമ്മൾ ഗാൽവനോമീറ്റർ എന്തിനാണ് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത്? എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഡിറ്റക്ട്സ് എന്താണ്? കുഞ്ഞ് കറണ്ട് വരെ നമുക്ക് കാണിച്ചു തരും. ആൻഡ് ഇൻഡിക്കേറ്റ് ദ ബാലൻസ് കണ്ടീഷൻ ആക്യുറേറ്റ്ലി. അതുപോലെ ബാലൻസ്ഡ് കണ്ടീഷൻ ആക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഇൻഡിക്കേറ്റും ചെയ്യും. So a galvanometer is highly sensitive and can detect very small currents. In bridge circuit, it indicates whether the bridge is balanced by showing zero deflection while no current flows through it. So ഇവിടെ നമ്മൾ galvanometer തന്നെ ചൂസ് ചെയ്യാനായിട്ട് കാരണം അത് വളരെ സെൻസിറ്റീവ് ആണ്. സോ അത് നമുക്ക് ഈ അമ്മീറ്ററിനെക്കാളും എന്താണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള വാല്യൂസ് വരെ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണിച്ചു തരും അല്ലെ, ഡിറ്റക്ട് ചെയ്ത് തരും. സ്മോൾ കറണ്ട് വരെ നമുക്ക് എന്ത് ചെയ്ത് തരും? ഡിറ്റക്ട് ചെയ്ത് തരും. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ കൂടുതൽ പ്രിഫർ ചെയ്യാം. സോ അതാണ് നമ്മൾ ഗാൽവനോമീറ്റർ ചൂസ് ചെയ്യാനായിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി ദ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റാലിക് കണ്ടക്ടർ ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ എന്താണ്? ഇസ് ഇൻക്രീസ് ഇൻ മെറ്റാലിക് കണ്ടക്ടർ എന്ന് പറയുന്നതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് ഈ പോർഷനിലുള്ളതല്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് അറിയാമല്ലോ. ബിക്കോസ് ഓഫ് ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഏതാണ്? കണ്ടക്ടേഴ്സിന് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യാനുള്ള സ്വഭാവമായിരിക്കും. സോ ആൻസർ ഏതാണ്? ടെമ്പറേച്ചർ. സോ ദ റീസൺ ആണ് എഴുതിയിരിക്കുന്നത്. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് അറ്റോമിക് വൈബ്രേഷൻ ഇൻക്രീസസ് കോസിംഗ് മോർ അപ്പോസിഷൻ ടു ഇലക്ട്രോൺ ഫ്ലോ ആൻഡ് ഓൾസോ ഇൻക്രീസിംഗ് ദി റെസിസ്റ്റൻസ്. സോ റെസിസ്റ്റൻസ് പോർഷൻ ആയതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. സോ ആക്ച്വലി അവിടെ അറ്റോമിക് വൈബ്രേഷൻസ് ഇൻക്രീസ് ചെയ്യുന്നത് എന്ത് ചെയ്യും? കൂടുതൽ ഓപ്പോസിഷന് കാരണമാവും അല്ലേ. സോ അത് കാരണം റെസിസ്റ്റൻസും എന്ത് ചെയ്യാനനുസരിച്ചിട്ട് ഇൻക്രീസ് ചെയ്യാനാണ് സാധ്യത. ശരി. വിച്ച് ബ്രിഡ്ജ് ഇസ് കോമൺലി യൂസ് ഫോർ ദ മെഷർമെന്റ് ഓഫ് സെൽഫ് ഇൻഡക്ടൻസ്? വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സെൽഫ് ഇൻഡക്ടൻസ് മെഷർമെന്റിന് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്നത്, അതായത് സെൽഫ് ഇൻഡക്ടൻസ് ഇൻ ദ സെൻസ് സെൽഫ് ഇൻഡക്ടൻസ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി സെൽഫ് ഇൻഡക്ടൻസിന് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് നമ്മൾ ആൻഡേഴ്സൺ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഓവൻസ് ബ്രിഡ്ജ് ഒക്കെ ആയിരിക്കും. ഇത് രണ്ടുമാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. അപ്പോൾ ഫ്രം ദ ഓപ്ഷൻ, പക്ഷെ ഇവിടെ എന്തില്ല, ഈ പറഞ്ഞ രണ്ട് ഓപ്ഷനും ഇല്ല, ബാക്കി എല്ലാം കപ്പാസിറ്റൻസിൻ്റെയാണ്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മാക്സ്വെൽ ചൂസ് ചെയ്യാം എന്നല്ലാണ്ട് ആൻഡേഴ്സൺ ഓവന് തന്നാൽ നമുക്ക് അതേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. മാക്സ്വെൽ ബ്രിഡ്ജ് ഇസ് യൂസ് ടു മെഷർ ദ അൺനോൺ ഇൻഡക്ടൻസ് ബൈ കമ്പയറിംഗ് ഇറ്റ് വിത്ത് എ സ്റ്റാൻഡേർഡ് കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റൻസ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ മീഡിയം ക്വാളിറ്റി ഫാക്ടർ കോഡ്സ്. ഓക്കെ, അപ്പം അതൊന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, ആ ക്വസ്റ്റ്യനിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, ആ രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ചൂസ് ചെയ്യേണ്ടി വരും. സോ അത് നമ്മളൊന്ന് ഓർത്തിരിക്കണം. ശരി. മാക്സ്വെൽ ബ്രിഡ്ജ് ഈസ് ബേസ്ഡ് ഓൺ ദി കമ്പാരിസൺ ഓഫ് എന്തിന്റെ കമ്പാരിസൺ ആണ് മാക്സ്വെൽ ബ്രിഡ്ജ്? അൺനോൺ ഇൻഡക്ടർ. മാക്സ്വെൽ വെയിൻ ബ്രിഡ്ജും ഉണ്ട് അല്ലേ. അപ്പൊ അവിടെ പറയുന്നത് സ്റ്റാൻഡേർഡ് കപ്പാസിറ്റൻസ്. മാക്സ്വെൽ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് മാക്സ്വെൽ വെയിൻ ബ്രിഡ്ജ് ആണ് ആക്ച്വലി ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത്. മാക്സ്വെൽ വെയിൻ ബ്രിഡ്ജ് എന്ന് പറയും. ആക്ച്വലി വെയിൻ ബ്രിഡ്ജ് കാരണം മാക്സ്വെൽ ബ്രിഡ്ജിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യുന്നില്ല? ഇൻഡക്ടൻസ് മാത്രമേ ഉള്ളൂ അല്ലേ. നെക്സ്റ്റിൻ്റെ അകത്ത് ഇൻഡക്ടൻസും സ്റ്റാൻഡേർഡ് കപ്പാസിറ്റൻസിലേക്ക് മാറും. കപ്പാസിറ്റൻസ് ഇൻഡക്ടർ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ കപ്പാസിറ്റൻസ് അവിടെ വെക്കും. സോ ഈ മാക്സ്വെൽ ബ്രിഡ്ജ് അൺനോൺ ഇൻഡക്ടൻസ് ഇസ് മെഷർഡ് ബൈ ബാലൻസിങ് ഇറ്റ് എഗെയിൻസ്റ്റ് എ നോൺ കപ്പാസിറ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ്. പ്രിൻസിപ്പിൾ ഓഫ് AC ബ്രിഡ്ജ് ബാലൻസ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. സോ അതൊന്ന് ഓർത്താൽ മതി. ഓപ്ഷന് നമുക്ക് സെലക്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഫ്രം ദിസ് ഓപ്ഷൻ നമുക്ക് അൺനോൺ ഇൻഡക്ടൻസ് വിത്ത് സ്റ്റാൻഡേർഡ് കപ്പാസിറ്റൻസ് ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ കൂടുതൽ സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് പോകുന്നത്. അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള വെയിൻ ബ്രിഡ്ജ് എന്ന് തന്നില്ലെങ്കിലും നമുക്ക് ഈ ഓപ്ഷൻ തന്നെയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് ഓർക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ഹൈ ക്യൂ ഫാക്ടർ കോയിൽസ് യൂസ് ചെയ്യുന്നത് ഏതാണ്? ഹൈ ക്യൂ ഫാക്ടറിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെയ്സ് ബ്രിഡ്ജ് ആണ്. H വെച്ചിട്ട് ഞാൻ റിലേറ്റ് ചെയ്യാൻ പറഞ്ഞു. H ഹെയ്സ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ മോഡിഫൈഡ് വെർഷൻ ഓഫ് മാക്സ്വെൽ ബ്രിഡ്ജ്.
used for the measuring high quality factor inductors. It provides better accuracy for coils having high Q values. Okay. High Q values ന് വേണ്ടിയിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നതാണ് ഹെയ്സ് ബ്രിഡ്ജ് കേട്ടോ. ഹെയ്സ് ബ്രിഡ്ജ്. അടുത്ത ചോദ്യം, ദ ക്വാളിറ്റി ഫാക്ടർ ഓഫ് ആൻ ഇൻഡക്ടർ ഈസ്. എന്താണ് ക്വാളിറ്റി ഫാക്ടർ എന്ന് വെച്ചാൽ? സോ വാട്ട് ഈസ് ക്വാളിറ്റി ഫാക്ടർ? ക്യൂ ഫാക്ടർ എന്ന് പറയും അല്ലേ? ക്യൂ ഫാക്ടർ എന്ന് നമ്മൾ പറയും. സോ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് റിയാക്ടൻസ് ടു റെസിസ്റ്റൻസ്. റിയാക്ടൻസ് ടു റെസിസ്റ്റൻസ്, ഇതിന്റെ റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. സോ Q factor indicates the quality of an inductor. High Q factor means lower losses and better energy storage capability. അപ്പോൾ ഏറ്റവും നല്ല ഒരു Q factor ഉണ്ട് എന്ന് വെച്ചാൽ അതിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ലോസ് കുറവാണ്, നല്ല എനർജി സ്റ്റോറേജ് കപ്പാസിറ്റി കേപ്പബിലിറ്റി അതിന് ഉണ്ട് എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ശരി. നെക്സ്റ്റ് ഇസ് which bridge is used for the measurement of capacitance. Capacitance measurement from the option നമുക്ക് എടുക്കാം അല്ലേ? ആൻഡേഴ്സൺ ഒക്കെ ഇൻഡക്ടൻസിന്റെ മെഷർമെന്റിനാണ് യൂസ് ചെയ്യുന്നത്, സെൽഫ് ഇൻഡക്ടൻസ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട്. സോ ആൻസർ ഏതാണ്? ഷിയറിംഗ് ബ്രിഡ്ജ് ആണ്. സോ അൺനോൺ കപ്പാസിറ്റൻസ്, അത് മാത്രമല്ല നമുക്ക് കപ്പാസിറ്റൻസ് മാത്രമല്ല ഡൈഇലക്ട്രിക് ലോസ്, അതുപോലെ ഡിസിപ്പേഷൻ ഫാക്ടർ ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹെൽപ്പ് ചെയ്യും, കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഇനി ഡീസോട്ടി ബ്രിഡ്ജ് ഇസ് മെയിൻലി യൂസ്ഡ് ഫോർ. ഡീസോട്ടി ബ്രിഡ്ജ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ കമ്പയറിംഗ് ദി കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡീസോട്ടി ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. കമ്പയർസ് ടു കപ്പാസിറ്റേഴ്സ് യൂസിങ് ദി ബാലൻസ് കണ്ടീഷൻ ഓഫ് എ AC ബ്രിഡ്ജ്. അപ്പം ഡീസോട്ടി ബ്രിഡ്ജ് എന്ന് പറയുന്നത് കപ്പാസിറ്റി ഫ്രം ദ ഓപ്ഷൻസ് നമുക്ക് അതെല്ലാം എടുക്കാൻ പറ്റുള്ളൂ. കമ്പയറിംഗ് കപ്പാസിറ്റൻസ് ആയിരിക്കും കൂടുതൽ ഓപ്ഷനിൽ ചൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ അതെടുക്കുക. അടുത്ത ചോദ്യം, ഏത് ബ്രിഡ്ജാണ് യൂസ് ടു മെഷർ കപ്പാസിറ്റൻസ് വിത്ത് ഡൈഇലക്ട്രിക് ലോസ്? അപ്പം ആ ഒരു കപ്പാസിറ്റൻസിനോടൊപ്പം ഡൈഇലക്ട്രിക് ലോസും കൂടി നമുക്ക് കണ്ടുപിടിച്ച് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ഷിയറിംഗ് ബ്രിഡ്ജ് ആണ്. So practical capacitors have dielectric losses. Shearing bridge measures the capacitance as well as the dielectric angle at dissipation factor. അതും കൂടി ആൻഡ് ഡിസിപ്പേഷൻ ഫാക്ടർ, ഇത്രയും കാര്യങ്ങൾ ആര് ചെയ്തു തരും? ഷിയറിംഗ് ബ്രിഡ്ജ് കണ്ടുപിടിച്ച് തരും. ഓക്കെ. ഇനി ആൻഡേഴ്സൺ ബ്രിഡ്ജ് ആണ്. ആൻഡേഴ്സൺ ബ്രിഡ്ജ് ഇസ് യൂസ്ഡ് ഫോർ ദി മെഷർമെന്റ് ഓഫ്, ഈ ഓപ്ഷൻ നിന്ന് കപ്പാസിറ്റൻസ് അല്ല, ഏറ്റവും നല്ല ഓപ്ഷൻ ഇത് സെൽഫ് ഇൻഡക്ടൻസ്. ആക്ച്വലി സെൽഫ് ഇൻഡക്ടൻസ് മെഷർമെന്റിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഏതാണ്? ആൻഡേഴ്സൺ ബ്രിഡ്ജ് ആണ്. ഇറ്റ്സ് എ മോഡിഫിക്കേഷൻ ഓഫ് മാക്സ്വെൽ ബ്രിഡ്ജ് ആൻഡ് യൂസ്ഡ് ഫോർ ദ പ്രിസൈസ് മെഷർമെന്റ് ഓഫ് സെൽഫ് ഇൻഡക്ടൻസ് യൂസിങ് എ സ്റ്റാൻഡേർഡ് കപ്പാസിറ്റർ. നമ്മളിതിൽ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ. സോ കപ്പാസിറ്ററിന്റെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാല്യൂ കണ്ടുപിടിക്കുന്നത്. ശരി. Which instrument is used for the measurement of inductance using resonance principle? അപ്പം ഇവിടെ നമുക്ക് ക്യൂ മീറ്റർ എന്ന് പറഞ്ഞൊരു മീറ്റർ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. ക്യൂ മീറ്റർ എന്ന് പറഞ്ഞൊരു മീറ്റർ ഉണ്ട്. സോ ക്യൂ മീറ്റർ ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? റെസണൻസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത്. റെസണൻസ് പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? XL is equal to XC എന്നുള്ളൊരു കണ്ടീഷനാണ്. അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നതാണ് റെസൊണൻസ് കണ്ടീഷൻ. സോ ഇത് വർക്ക് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? ആ റെസൊണൻസ് പ്രിൻസിപ്പിളിന്റെ ബേസിലാണ് കേട്ടോ. സോ അതിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ക്യൂ മീറ്റർ. ക്യൂ മീറ്റർ മെഷേഴ്സ് ദ ക്വാളിറ്റി ഫാക്ടർ ഓഫ് കോയിൽസ് ആൻഡ് ക്യാൻ ഡിറ്റർമൈൻ ഇൻഡക്ടൻസ് ബൈ യൂസിങ് ദ റെസൊണൻസ് കണ്ടീഷൻ ഓഫ് ആൻ LC സർക്യൂട്ട്. അപ്പോൾ ഒരു ഇൻഡക്റ്റർ കപ്പാസിറ്റർ സർക്യൂട്ടിന്റെ റെസൊണൻസ് കണ്ടീഷൻസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് ക്യൂ മീറ്റർ എന്ന് പറയുന്നത്. ശരി. മറ്റൊരു ചോദ്യം, ഒരു ഷിയറിംഗ് ബ്രിഡ്ജിൽ അൺനോൺ ക്വാണ്ടിറ്റി ജനറലി മെഷർ ചെയ്യുന്നത് ഏതാണ്? ഏത് അൺനോൺ ക്വാണ്ടിറ്റിയാണ്? സിമ്പിൾ ആണല്ലേ, കപ്പാസിറ്റൻസ് ആണ്. സോ ഷിയറിംഗ് ബ്രിഡ്ജ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ പ്രിസൈസ് മെഷർമെന്റ് ഓഫ് എന്തിൻ്റെയൊക്കെയാണ്? കപ്പാസിറ്റൻസ് ആൻഡ് ഡയലക്ട്രിക് പ്രോപ്പർട്ടീസ് ഓഫ് ദി ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ്. ഓക്കെ. അപ്പം നിങ്ങൾ ഇതെല്ലാം ചാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും? കൺഫ്യൂസ്ഡ് ആയിട്ട് നമുക്ക് ഡൗട്ട് വരാനുള്ള റീസൺ ആവും. ഇപ്പം നമുക്ക് വലിയ ഇഷ്യൂ തോന്നില്ല, ഒരുവിധം എല്ലാം നമുക്ക് സിമിലർ ആയിട്ടും വലിയ പ്രോബ്ലംസ് ഇല്ലാതെയും തോന്നും. പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? കൺഫ്യൂസ്ഡ് ആവും. കാരണം അതിൻ്റെ പേരുകൾ നമുക്ക് എന്ത് ചെയ്യും? ഡൗട്ട് വരും എന്നുള്ളതാണ് ഈ ഒരു പോർഷൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് വലിയ ഇഷ്യൂ തോന്നത്തില്ല, കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യും? സിമിലർ ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ട് തോന്നും കേട്ടോ. അപ്പോൾ ആ ഒരു ഇഷ്യൂ വരാതിരിക്കാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം.
അടുത്തത് മാക്സ്വെൽ ബ്രിഡ്ജസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ മെഷറിംഗ്. ഏതിന് മെഷർമെൻ്റ് ആണ് ഏറ്റവും നല്ലത്? ക്യൂ ഫാക്ടർ ആണ്. ക്യൂ ഫാക്ടർ എന്ന് മാത്രമല്ല മാക്സ്വെൽ ബ്രിഡ്ജ് ആക്ച്വലി ഫ്രം ദിസ് ഓപ്ഷൻ എന്തായാലും മാക്സ്വെൽ ബ്രിഡ്ജ് അല്ലേ മീഡിയം എന്നുള്ളതാണ് ആക്ച്വലി കേട്ടോ. കറക്റ്റ് മീഡിയം വാല്യൂ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യൂ ഫാക്ടർ വെച്ചിട്ടാണ് ചോദിച്ചത്. സോ അതുകൊണ്ടാണ് നമ്മൾ ലോ ക്യൂ ഫാക്ടർ ഇൻഡക്ടർ എന്ന് എടുക്കേണ്ടി വന്നത്. മാക്സ്വെൽ ബ്രിഡ്ജ് ഇസ് കോമൺലി യൂസ് ഫോർ മെഷറിംഗ് മീഡിയം വാല്യൂ ഇൻഡക്ടേഴ്സ് വിത്ത് ലോ ടു മീഡിയം ക്യൂ ഫാക്ടർ. അതാണ് കറക്റ്റ് കേട്ടോ. ലോ ടു മീഡിയം ക്യൂ ഫാക്ടർ എന്ന് വരുമെങ്കിൽ നമുക്ക് എടുക്കാം. ഫോർ ഹൈ ക്യൂ ഫാക്ടർ കോയിൽ ഹെയ്സ് ബ്രിഡ്ജ്. സോ മീഡിയം വാല്യൂ ഇൻഡക്ടർ ആയിട്ടാണ് നമ്മൾ എപ്പോഴും ആരെ കൺസിഡർ ചെയ്യുന്നത്? ഈ പറയുന്ന മാക്സ്വെല്ലിനെ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഫോർ മെഷറിംഗ് ഈ പറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് ലോ ടു മീഡിയം റേഞ്ച് ആവാം. ഹെയ്സ് ബ്രിഡ്ജ് ഈസ് എന്താണ് ബെറ്റർ ആക്യുറസി നമുക്ക് നൽകുന്നത് ആരാണ്? ഹെയ്സ് ബ്രിഡ്ജ് ആണ്. കുറച്ചും കൂടി ആക്യുറസി ആയിട്ടുള്ള ഹൈ ക്യൂ കോയിൽസിന് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഏതാണ്? ഹെയ്സ് ബ്രിഡ്ജ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാലൻസ് ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് AC ബ്രിഡ്ജ് ഓവർ ഡയറക്റ്റ് മെഷർമെന്റ് മെത്തേഡ് ഇസ്. നമുക്ക് AC ബ്രിഡ്ജ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് മെഷർമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ് ബെറ്റർ? അഡ്വാൻറ്റേജ് വൈസ് നോക്കുമ്പോൾ ഏതാണ് നല്ലത്? അതായത് മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് AC ബ്രിഡ്ജ് ഓവർ ഡയറക്റ്റ് മെഷർമെന്റ് മെത്തേഡ് അല്ലേ. അപ്പം നമുക്ക് ഡയറക്റ്റ് മെഷർമെന്റ് മെത്തേഡ് വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ AC ബ്രിഡ്ജിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നൾ ഡിഫ്ലക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹൈ ആക്യുറസി നമുക്ക് എന്ത് ചെയ്യും? നൽകുന്നതായിരിക്കും. സോ ഡയറക്റ്റ് മെഷർമെന്റ് അങ്ങനെ അല്ലല്ലോ. സോ അതാണ് അതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്. AC ബ്രിഡ്ജ് ഓപ്പറേറ്റ്സ് ഓൺ ദി ബാലൻസ് അല്ലെങ്കിൽ നൾ പ്രിൻസിപ്പിൾ. അറ്റ് ബാലൻസ് കണ്ടീഷൻ ഡിറ്റക്ടർ ഷോസ് സീറോ കറണ്ട് വിച്ച് റെഡ്യൂസസ് മെഷർമെന്റ് എറേഴ്സ് ആൻഡ് ഗീവ്സ് ഹൈ ആക്യുറസി. നമുക്ക് എന്ത് കിട്ടും? ഹൈ ആക്യുറസിയിലുള്ള റീഡിംഗ് കിട്ടും. ഓക്കെ, which bridge is used for measuring inductance in terms of capacitance and resistance. നമുക്ക് ഇൻഡക്ടൻസിന്റെ മെഷർമെന്റ് തന്നെയാണ് നമുക്ക് മൈൻഡിൽ ഓർക്കേണ്ടത്. ഇൻ ടേംസ് ഓഫ് കപ്പാസിറ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. സോ കപ്പാസിറ്റൻസും റെസിസ്റ്റൻസും കൂടി വരുമ്പോൾ ഫ്രം ദിസ് ഓപ്ഷൻ നമുക്ക് ഏത് സെലക്ട് ചെയ്യാം? മാക്സ്വെല്ലിന്റെ വെയിൻ ബ്രിഡ്ജ് ആണ്. ആക്ച്വലി ഇവിടെ വെയിൻ ബ്രിഡ്ജ് എന്ന ഓപ്ഷൻ ഇല്ല. സോ അതുകൊണ്ട് നമുക്ക് മാക്സ്വെൽ ബ്രിഡ്ജ് എടുക്കാം. കമ്പയർസ് ആൻ അൺനോൺ ഇൻഡക്ടൻസ് വിത്ത് എ സ്റ്റാൻഡേർഡ് കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ ആൻഡ് യൂസ്ഡ് ഫോർ വൈഡ്ലി സെൽഫ് ഇൻഡക്ടൻസ് കേട്ടോ. നമ്മൾ സെൽഫ് ഇൻഡക്ടൻസ് മെഷർമെന്റിന് കൂടുതലായിട്ടും സെൽഫ് ഇൻഡക്ടൻസ് എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ ആൻഡേഴ്സൺ ഉണ്ടെങ്കിൽ നമുക്ക് ആൻഡേഴ്സൺ തന്നെ ചൂസ് ചെയ്യണം. അത് ഞാൻ എടുത്ത് പറയുന്നത് ഓപ്ഷനിൽ ആൻഡേഴ്സൺ ബ്രിഡ്ജ് വന്നാൽ നിങ്ങൾ അത് തന്നെ ഓപ്റ്റ് ചെയ്യണം. ആൻഡ് ഫ്രം ദിസ് ഓപ്ഷൻ അതൊന്നുമില്ല, ഡയറക്റ്റ് ഒരൊറ്റ ബ്രിഡ്ജേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് മാക്സ്വെൽ ബ്രിഡ്ജ് എടുക്കാം. ദ ബാലൻസ് കണ്ടീഷൻ ഓഫ് എൻ AC ബ്രിഡ്ജ് ഡിപ്പെൻഡ്സ് ഓൺ എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് ആംഗിൾ. ബോത്ത് റെസിസ്റ്റൻസ് ആൻഡ് റിയാക്ടൻസ് ആർ ഇൻവോൾവ്. രണ്ടും ഉണ്ട് അല്ലേ? റെസിസ്റ്റൻസും ഉണ്ട്, അതുപോലെ എന്തുകൊണ്ട് AC ബ്രിഡ്ജിനകത്ത് റെസിസ്റ്റൻസ് കമ്പോണന്റും ഉണ്ട്, ഇൻഡക്ടൻസ് കമ്പോണന്റ് റിയാക്ടൻസ് കമ്പോണന്റും ഉണ്ട്. അപ്പോൾ ബാലൻസ് റിക്വയർസ് ഇക്വാലിറ്റി ഓഫ് ബോത്ത് ഇംപിഡൻസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് ആംഗിൾ. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ആവശ്യമാണ്? ഇംപിഡൻസ് മാഗ്നിറ്റ്യൂഡും അതുപോലെ ഫേസ് ആംഗിൾ രണ്ടും അതിന്റെ രണ്ടിന്റെ എന്താണ് ഇക്വാലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. AC ബ്രിഡ്ജ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. മറ്റൊരു ചോദ്യം, വിച്ച് ബ്രിഡ്ജ് ഇസ് സ്യൂട്ടബിൾ ഫോർ മെഷറിംഗ് ലോ വാല്യൂ ഇൻഡക്ടൻസ്. ലോ വാല്യൂ ഇൻഡക്ടൻസ് ചൂസ് ചെയ്യുന്നത് ഫ്രം ദ ഓപ്ഷൻ അഗെയിൻ ഞാൻ പറയുന്നു ലോ വാല്യൂ എന്നുള്ള കെൽവിൻ ബ്രിഡ്ജ് ആണല്ലേ. ഇതിന് കറക്റ്റ് ഓപ്ഷൻ പറഞ്ഞാൽ കെൽവിൻ ബ്രിഡ്ജ് ആണ് വരുന്നത്. സോ ഇതിൻ്റെ അകത്ത് ആൻഡേഴ്സൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ലോ വാല്യൂ ആ ഒരു റേഞ്ചിൽ തന്നെ പറയാം. പക്ഷേ എന്നാലും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ലോ വാല്യൂ എന്ന് പറയുന്നത് കെൽവിനാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. മീഡിയം ആൻഡ് ലോ വാല്യൂ ഇൻഡക്ടൻസ് എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. ആക്ച്വലി ലോ വാല്യൂ ഫ്രം ദിസ് ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. ആൻഡേഴ്സൺ ബ്രിഡ്ജ് ഇസ് പ്രിഫേർഡ് വെൻ ഹൈ പ്രിസിഷൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രൈക്ക് ചെയ്തിട്ട് കെൽവിൻ ഡബിൾ ബ്രിഡ്ജും കൂടി ആഡ് ചെയ്യാം കേട്ടോ. കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് ആഡ് ചെയ്യാം, മാക്സ്വെൽ കട്ട് ചെയ്യാം. കാരണം നമുക്ക് ആ ഒരു ഓപ്ഷനിൽ അങ്ങനെ എടുക്കാൻ പറ്റില്ല. നമുക്ക് കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് കറക്റ്റ് ഓപ്ഷൻ എന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷൻ എടുക്കണ്ട. മീഡിയം റെസിസ്റ്റൻസ് ലോ വാല്യൂ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ലോ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സോറി ഇതിലൊരു പ്രശ്നമുണ്ടല്ലേ. കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്താ? ഓക്കെ മെഷറിങ് എന്തിൻ്റെയാണ് കെൽവിൻ ഡബിൾ ബ്രിഡ്ജ്? റെസിസ്റ്റൻസ് മെഷർമെന്റിനാണല്ലേ. സോ ഇവിടെ ഓപ്ഷൻ എന്തായിരുന്നു? ഇൻഡക്ടൻസ് ആയിരുന്നു അല്ലേ. സോ ഇൻഡക്ടർ മെഷർമെന്റ്സിന് മീഡിയം ലോ രണ്ട് റേഞ്ചിൽ നമുക്ക് മാക്സ്വെൽ ഉപയോഗിക്കാം. ഓക്കെ, മാക്സ്വെൽ മീഡിയം ടു ലോ റേഞ്ച് നമുക്ക് പറയാം അല്ലേ. സോ അതുകൊണ്ടാണ് ആ ഓപ്ഷൻ എടുത്തത്. ഓക്കെ, ഞാൻ പെട്ടെന്ന് റെസിസ്റ്റൻസ് ആണെന്ന് കണ്ടിട്ടാണ്. കറക്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ആൻഡേഴ്സൺ ബ്രിഡ്ജ് ആണെങ്കിൽ പ്രിസിഷൻ റേഞ്ചിൽ പറയാം അല്ലേ. ഓക്കെ, നമുക്ക് ബാലൻസ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഡിസിപ്പേഷൻ ഫാക്ടർ ഓഫ് കപ്പാസിറ്റേഴ്സ് ഇസ് മെഷേർഡ് യൂസിങ് എന്ത് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്? ഷിയറിംഗ് ബ്രിഡ്ജ് അല്ലേ.
Shearing bridge measures the dielectric loss of capacitors. Dissipation factor indicates the energy loss in the dielectric material. Dielectric material വന്ന എന്തിന്റെ ലോസ് ആണ്? എനർജി ലോസ്. എത്ര ലോസ് എനർജി സംഭവിച്ചു എന്നുള്ളതായിരിക്കും ഡിസിപ്പേഷൻ ഫാക്ടർ പറഞ്ഞു തരുന്നത്. ശരി. Which of the following component is used as a standard in Maxwell bridge? ഏതാണ്? സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ ആണോ, സ്റ്റാൻഡേർഡ് കപ്പാസിറ്റർ, സ്റ്റാൻഡേർഡ് ഇൻഡക്ടർ ആൻഡ് സ്റ്റാൻഡേർഡ് ബാറ്ററി? മാക്സ്വെൽ ബ്രിഡ്ജിൽ സ്റ്റാൻഡേർഡ് കപ്പാസിറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് കപ്പാസിറ്റർ ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് വിത്ത് നമ്മൾ നല്ല ആക്യുറേറ്റ് ആൻഡ് സ്റ്റേബിൾ ഓപ്പറേഷൻ വാല്യൂസ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കപ്പാസിറ്റർ ചൂസ് ചെയ്യാം. സോ വി യൂസ് കപ്പാസിറ്റേഴ്സ്. ഓക്കെ. ദ ക്യൂ ഫാക്ടർ ഓഫ് കോയിൽ ഇൻക്രീസസ് വെൻ? എപ്പോഴാണ് ക്വാളിറ്റി ഫാക്ടർ കോയിലിൻ്റെത് ഇൻക്രീസ് ചെയ്യുന്നത്? എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുന്നത്? റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് ക്യൂ എന്ന് പറഞ്ഞ എന്താണ്? റിയാക്ടൻസ് ബൈ റെസിസ്റ്റൻസ് ആണല്ലോ. ആൻഡ് ഫ്രം ദിസ് എപ്പോഴാണ് ക്യൂ ഫാക്ടറിന്റെ വാല്യൂ എപ്പോഴാണ് മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറയുന്നത്. എന്താണ്? കുറയുന്നതാണോ? കൂടുന്നത് അല്ലേ? അപ്പോൾ ഈ വാല്യൂ എപ്പോഴാണ് കൂടുന്നത്? റെസിസ്റ്റൻസ് വാല്യൂ കുറയുമ്പോഴായിരിക്കും ക്വാളിറ്റി ഫാക്ടറിന്റെ വാല്യൂ കൂടിക്കാണിക്കുന്നത്. സോ ക്യൂ ഫാക്ടർ ഇസ് ദ റേഷ്യോ ഓഫ് എന്തിൻ്റെയാണ്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ടു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ലോവർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ലോവർ ലോസസ് ആൻഡ് ഹയർ ക്യൂ ഫാക്ടർ എന്നാണ് അതുകൊണ്ട് യൂസ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് വാല്യൂ കുറവായിരിക്കും, അതിനനുസരിച്ച് ലോസും എന്തായിരിക്കും? കുറവായിരിക്കും. അതിനനുസരിച്ചിട്ട് ക്യൂ ഫാക്ടറിന്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടുതൽ കാണിക്കും. ഓക്കെ. അടുത്ത ചോദ്യം, വിച്ച് ബ്രിഡ്ജ് ഇസ് മെയിൻലി യൂസ്ഡ് ഫോർ കമ്പയറിംഗ് ടു കപ്പാസിറ്റേഴ്സ്? രണ്ട് കപ്പാസിറ്റേഴ്സിനെ കമ്പയർ ചെയ്യാൻ, അതായത് മെയിൻലി ഫോർ കമ്പാരിസൺ പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസോട്ടി ബ്രിഡ്ജാണ്. ഡിസോട്ടി ബ്രിഡ്ജാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പാരിസൺ ഓഫ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഡയലക്ട്രിക് ലോസ് എന്ന് പറയുന്നത് അപ്പോൾ നെഗ്ലിജിബിൾ ആയിരിക്കും. നമ്മൾ ഡയലക്ട്രിക് ലോസ് മെഷർ ചെയ്യുന്ന ഷിയറിംഗ് ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ടാണ്. ഡിസോട്ടി അങ്ങനെ യൂസ് ചെയ്യാറില്ല. ക്വാളിറ്റി ഫാക്ടർ മെഷർ ചെയ്യാൻ ഡിവൈസ് ചെയ്താണ് Q meter. Works on the principle of series resonance and directly measure quality factor of the coil. It is widely used in എവിടെയൊക്കെയാണ്? റേഡിയോ ഫ്രീക്വൻസി മെഷർമെന്റിനാണ്. അത് ഓർത്ത് വെച്ചേക്കണേ. കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഓക്കെ. എവിടെയാണ്? മെയിൻലി റേഡിയോ ഫ്രീക്വൻസി മെഷർമെന്റിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, വിച്ച് ബ്രിഡ്ജ് ഇസ് യൂസ്ഡ് ഫോർ ആക്യുറേറ്റ് മെഷർമെന്റ് ഓഫ് സെൽഫ് ഇൻഡക്ടൻസ്? കറക്റ്റ് മെഷർമെന്റ് കിട്ടണമെങ്കിൽ നമുക്ക് ആൻഡേഴ്സൺ ബ്രിഡ്ജ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ആൻഡേഴ്സൺ ബ്രിഡ്ജ് ഇസ് എ മോഡിഫൈഡ് ഫോം ഓഫ് മാക്സ്വെൽ ബ്രിഡ്ജ്. ഹൈലി ആക്യുറേറ്റ് മെഷർമെന്റ് ഓഫ് സെൽഫ് ഇൻഡക്ടൻസ് ബൈ കമ്പയറിംഗ് ദി അൺനോൺ ഇൻഡക്ടർ വിത്ത് അതും കൂടെ ഓർക്കുക, സ്റ്റാൻഡേർഡ് കപ്പാസിറ്റർ. നമ്മൾ ഇൻഡക്ടൻസിനെ മാറ്റി കപ്പാസിറ്റർ ആയിരിക്കും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഹെയ്സ് ബ്രിഡ്ജ് ഇസ് പ്രിഫേർഡ് ഓവർ മാക്സ്വെൽ ബ്രിഡ്ജ് ഫോർ മെഷറിംഗ്. എന്താണ്? മെയിൻലി ഫോർ ഹൈ ക്യൂ ഫാക്ടർ ഇൻഡക്ടേഴ്സ്. ഹൈ ക്യൂ ഫാക്ടർ ഇൻഡക്ടേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെയ്സ് ബ്രിഡ്ജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മെഷറിംഗ് ഇൻഡക്ടേഴ്സ് ഹാവിംഗ് ഹൈ ക്വാളിറ്റി ഫാക്ടർ. ഇറ്റ് പ്രൊവൈഡ്സ് ബെറ്റർ ആക്യുറസി ബിക്കോസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കോയിൽ ഈസ് കൺസിഡർഡ് അലോങ് വിത്ത് ഇറ്റ്സ് ഇൻഡക്റ്റൻസ് റിയാക്ടൻസ്. ഓക്കെ. ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഓക്കെ. ശരി. ഇനി സീരീസ് റെസൊണൻസ് സർക്യൂട്ട് അറ്റ് റെസൊണൻസിൽ എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? റെസൊണൻസ് എന്ന് പറയുമ്പോൾ തന്നെ XL ഇസ് ഈക്വൽ ടു XC എന്നുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പറയാം ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? കപ്പാസിറ്റീവ് റിയാക്ടൻസിന് ഈക്വൽ ആയിരിക്കും. അറ്റ് റെസൊണൻസ് കണ്ടീഷൻ XL എന്ന് പറയുന്നത് XCക്ക് ഈക്വൽ ആയിരിക്കും. ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ക്യാൻസൽഡ് ഈച്ച് അതർ ആൻഡ് ദ സർക്യൂട്ട് ബിഹേവ്സ് ആസ് എ പ്യുവർ എന്താണ്? റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? അത് ആക്ട് ചെയ്യുന്നത്. പ്യുവർ റെസിസ്റ്റീവ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. Then which bridge is used for measurement of capacitance and dielectric loss? Dielectric lossനും കപ്പാസിറ്റൻസിനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഡിവൈസ് ആണ്? ഡയലക്ട്രിക് ലോസ് ഷിയറിംഗ് ബ്രിഡ്ജ് ആണ് അല്ലേ. ആൻഡ് ഫ്രം ദ ഓപ്ഷൻ ഡിസോട്ടി ഇല്ല, അപ്പൊ ഡയറക്റ്റ് നമുക്ക് അതിലോട്ട് പോവാം അല്ലേ. ഈ പ്രാക്ടിക്കൽ കപ്പാസിറ്റർ ഹാസ് ഡയലക്ട്രിക് ലോസസ് and shearing bridge measures the capacitor dielectric losses angle and dissipation factor of the insulation insulating material അല്ലേ. ശരി. ഇനി എന്താ? A capacitor is measured using an AC bridge because നമ്മൾ കപ്പാസിറ്റർ മെഷർ ചെയ്യാൻ AC ബ്രിഡ്ജ് ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. മെയിൻലി എന്തുകൊണ്ടാണ്?
കപ്പാസിറ്റൻസ് ഹാസ് എ ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് റിയാക്ടൻസ്. മീൻസ് കപ്പാസിറ്റൻസിന് എന്തായിരിക്കും ഒരു ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള റിയാക്ടൻസ് ഉണ്ടാകും. കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ അറിയാമല്ലോ, എക്സ് ഈസ് ഈക്വൽ ടു 1/2πfc എന്നുള്ളതാണ്. സോ അത് ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് ആണ്. സോ വി യൂസ് എന്താണ് AC bridge. The reactance of a capacitor depends on frequency. AC bridge use this property to accurately measure capacitance and dielectric characteristics. അപ്പോൾ എന്താണ് ഡയലക്ട്രിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യും, മെഷർ ചെയ്ത് തരും. ഓക്കെ. Which of the following is a source of error in capacitance measurement? കപ്പാസിറ്റൻസ് മെഷർമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏതാണ് എന്താണ് എററിന് കാരണം ഏതാണ്? Which of the following is a source of error? Dielectric loss ആണ്. Practical capacitors are not perfect. Dielectric loss cause എന്താണ്? Energy dissipation and affect the accuracy of capacitance measurement. ആക്യുറസി എന്താണ്, ആ ഒരു ആക്യുറസി വാല്യൂവിൽ എന്ത് കാണിക്കാനുള്ള സാധ്യതയുണ്ട്? ചേഞ്ച് വരുത്താനുള്ള സാധ്യതയുണ്ട്. ഇനി തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന് നോക്കുക. മാക്സ്വെൽ ബ്രിഡ്ജ് മെഷേഴ്സ് കപ്പാസിറ്റൻസ്, അത് റോങ് ആണ് അല്ലേ. ഷിയറിംഗ് ബ്രിഡ്ജ് മെഷേഴ്സ് ഇൻഡക്റ്റൻസ്, റോങ് ആണ്. കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് മെഷേഴ്സ് ലോ റെസിസ്റ്റൻസ്, അത് ശരിയാണ്. ആൻഡ് മെഗർ മെഷേഴ്സ് കപ്പാസിറ്റൻസ്. സോ ഫ്രം ദ ഓപ്ഷൻസ് നമുക്കറിയാം കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് ലോ റെസിസ്റ്റൻസിനാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് യൂസ് ഫോർ എ പ്രിസൈസ് മെഷർമെന്റ് ഓഫ് വെരി ലോ റെസിസ്റ്റൻസ്. കെൽവിൻസ് മാക്സ്വെൽ ബ്രിഡ്ജ് ആണെങ്കിൽ ഇൻഡക്ടൻസ് മെഷർമെന്റിനും, ഷിയറിംഗ് ബ്രിഡ്ജ് ആണെങ്കിൽ കപ്പാസിറ്ററിനും, മെഗർ ആണെങ്കിൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസിനുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നെ അവർ എവിടെയൊക്കെയാണ് എന്താണ് യൂസ് ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. മാക്സ്വെൽ ഫോർ ഇൻഡക്ടൻസ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ ഷിയറിംഗ് ആണെങ്കിൽ കപ്പാസിറ്റൻസ് ആണ്, മെഗർ ആണെങ്കിൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആണെന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ശരി. A Kelvin bridge uses 4 terminal is mainly 2. എന്തിനാണ്? കെൽവിൻ 4 ബ്രിഡ്ജ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, ടെർമിനൽസ് യൂസ് ചെയ്യുന്നത് ലീഡ് റെസിസ്റ്റൻസിൻ്റെ എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ലോ റെസിസ്റ്റൻസ് മെഷർമെൻറ്റ്, ലീഡ് റെസിസ്റ്റൻസ് ക്യാൻ പ്രൊഡ്യൂസ്ഡ് ലാർജ് എറർ 4 ടെർമിനൽ കെൽവിൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കെൽവിനിൽ 4 ടെർമിനൽ കണക്ഷൻസ്, സെപ്പറേറ്റ് കറണ്ട് ആൻഡ് വോൾട്ടേജ് പാത്ത്, എലിമിനേറ്റിംഗ് ദി ഇഫക്റ്റ് ഓഫ് ലീഡ് റെസിസ്റ്റൻസ്. അപ്പം നമുക്ക് ലീഡ് റെസിസ്റ്റൻസിൻ്റെ എഫക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നെഗ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ടെർമിനൽസ് ആര് യൂസ് ചെയ്യുന്നുണ്ട്, കെൽവിൻ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. Okay, the main purpose of using a standard capacitor in inductance measurement bridges ഏതാണ്? അതായത് നമ്മൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലേ ഇൻഡക്റ്റൻസ് മെഷർമെന്റിന്. എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടു പ്രൊവൈഡ് എ സ്റ്റേബിൾ റെഫറൻസ് ക്വാണ്ടിറ്റി. നമുക്കൊരു സ്റ്റേബിൾ റെഫറൻസ് ക്വാണ്ടിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. സ്റ്റാൻഡേർഡ് കപ്പാസിറ്റേഴ്സിന് അക്യുറേറ്റും ആണ്, സ്റ്റേബിൾ വാല്യൂസും ആണ് എന്ത് ചെയ്യുന്നത്, അവർ തരുന്നത്. ദേ ആർ യൂസ്ഡ് ആസ് reference components in bridge like Maxwell bridge for measuring എന്താ unknown inductance. Okay. അടുത്ത ചോദ്യം, which bridge is used for measuring of capacitance without considering dielectric loss? അല്ലേ, നമുക്കറിയാമല്ലോ ഇതിലേതാണ് ഷിയറിങ്ങും ഡീസോട്ടിയും തന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഡീസോട്ടി ആണ് കറക്റ്റ് ആൻസർ. ഡീസോട്ടി compares two capacitance and it is suitable when the capacitance are nearly loss free. ഓക്കെ, കമ്പാരിസൺ ആണ് ഇവിടെ എപ്പോഴും നടക്കുന്നത്. പ്രാക്ടിക്കൽ കപ്പാസിറ്റർ വിത്ത് ഡയലക്ട്രിക് ലോസ് എന്താണ്, ഷിയറിംഗ് ബ്രിഡ്ജാണ് നമ്മൾ എപ്പോഴും കൂടുതലും പ്രിഫർ ചെയ്യുക. ഓക്കെ അല്ലേ? മറ്റൊരു ചോദ്യം, ദ ക്വാളിറ്റി ഫാക്ടർ ഓഫ് എ കോയിൽ ഇൻഡിക്കേറ്റ്സ്. എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എഫിഷ്യൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എഫിഷ്യൻസി ഓഫ് എനർജി സ്റ്റോറേജിനെയാണ് ക്യൂ ഫാക്ടർ എന്ത് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ക്യൂ ഫാക്ടർ റെപ്രസെന്റ്സ് ദ റേഷ്യോ ഓഫ് എനർജി സ്റ്റോർഡ് ടു എനർജി ലോസ് പെർ സൈക്കിൾ. ക്യൂ ഫാക്ടർ ഇൻഡിക്കേറ്റ്സ് ലോ ലോസസ് ആൻഡ് ബെറ്റർ കോയിൽ പെർഫോമൻസ്. നമുക്ക് ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, ഹൈ ക്യൂ ഫാക്ടർ എന്ത് ചെയ്യുന്നു, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലോസ് കുറവാണ് അല്ലെങ്കിൽ ബെറ്റർ കോയിൽ പെർഫോമിങ് ആണ് നൽകുന്നത് എന്നുള്ളതാണ്. ക്യൂ വാല്യൂയുടെ വാല്യൂ ഹൈ വാല്യൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ക്യൂ ഫാക്ടർ നമുക്ക് ക്വാളിറ്റി ഓഫ് ദി കോയിൽ അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് മെഷർമെന്റിന്റെ ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ. വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ബോത്ത് ഇൻഡക്റ്റൻസ് ആൻഡ് ക്യൂ ഫാക്ടർ? അപ്പം നമുക്ക് ഇൻഡക്റ്റൻസും ക്യൂ ഫാക്ടറും മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏതാണ്?
ക്യൂ മീറ്റർ ആണ് അല്ലേ. ക്യൂ മീറ്റർ യൂസസ് ദ റെസൊണൻസ് പ്രിൻസിപ്പിൾ ആൻഡ് മെഷറിംഗ് ദ ക്വാളിറ്റി ഫാക്ടർ ഓഫ് ദ കോയിൽ. ഫ്രം റെസൊണൻസ് കണ്ടീഷൻ ഇൻഡക്ടൻസ് ക്യാൻ ഓൾസോ ബി ഡിറ്റർമൈൻഡ്. നമുക്ക് എന്തും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമുക്ക് ഇൻഡക്ടൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ശരി, അടുത്തത് ഷിയറിംഗ് ബ്രിഡ്ജ് ആണ്. അറ്റ് ബാലൻസ് കണ്ടീഷൻ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, കപ്പാസിറ്റൻസും ഡയലക്ട്രിക് ലോസും ആണ്. അപ്പോൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. നമ്മൾ നോക്കിയതാണല്ലോ ക്വസ്റ്റ്യൻസ്, സോ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതിലേതാ എ സി ബ്രിഡ്ജ് അല്ലാത്തത്, അതറിയാമല്ലോ. വീറ്റ്സ്റ്റോണ്, മാക്സ്വെല്, ഹെയ്സ്, ഇത്ര നോട്ടുണ്ട്. ഇതിൽ വീറ്റ്സ്റ്റോൺ ആണ് എന്ത്, ഡി സി ബ്രിഡ്ജ് അല്ലേ. ബാക്കിയെല്ലാം എ സി ആണ്. വീറ്റ്സ്റ്റോൺ ഇസ് എ ഡി സി ബ്രിഡ്ജ് യൂസ്ഡ് ഫോർ, മാത്രമല്ല എന്തിന്റെ മെഷർമെന്റിനാണ്, റെസിസ്റ്റൻസ് മെഷർമെന്റ് ആണ്. ബാക്കി മൂന്നും എ സി ബ്രിഡ്ജ് ആണ്. ഓക്കെ, ബാക്കി മൂന്നും എന്താണ്, എ സി മെഷർമെന്റിന്, സോറി എ സി അല്ല, എ സി ബ്രിഡ്ജ് ആണ്. ഓക്കെ, ശരി. ദ ഡിസിപ്പേഷൻ ഫാക്ടർ ഓഫ് ആൻ ഐഡിയൽ കപ്പാസിറ്റർ, ഒരു ഐഡിയൽ കപ്പാസിറ്ററിന്റെ ഡിസിപ്പേഷൻ ഫാക്ടറിന്റെ നോക്കിക്കേ 0 ആയിരിക്കും. ഐഡിയൽ എന്നുള്ള വേർഡ് ഉള്ളതുകൊണ്ടാണ്. അതായത് ഐഡിയൽ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ അതിനെന്തില്ല, അതിൽ ഐഡിയൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു കണ്ടീഷനെയാണ് നമ്മളെപ്പോഴും ഐഡിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇവിടെ ഐഡിയൽ കപ്പാസിറ്റർ ആണെങ്കിൽ അതിനെന്തില്ല, ഡൈ ഇലക്ട്രിക് ലോസ് ഇല്ല. സോ ഡിസിപ്പേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ പ്രാക്ടിക്കൽ കപ്പാസിറ്റൻസ് ഹാവിങ് സം സ്മോൾ ഡിസിപ്പേഷൻ ഫാക്ടേഴ്സ് ഡ്യൂ ടു ഡയലക്ട്രിക് ലോസസ്. പക്ഷേ ആക്ച്വലി ഇറ്റ് ഹാവിങ് സം ഡയലക്ട്രിക് ലോസസ് അല്ലേ. ആക്ച്വലി എന്തായിരിക്കും, ഇറ്റ് ഷുഡ് ഹാവ് സം ഡയലക്ട്രിക് ലോസസ്. കുറച്ച് ലോസസ് ഉണ്ടായിരിക്കും. ഉണ്ടാവാതിരിക്കുമോ, ഇല്ല. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് അബൌട്ട് മാക്സ്വെൽ ബ്രിഡ്ജ്. മാക്സ്വെൽ ബ്രിഡ്ജിനെ സംബന്ധിച്ചിടത്തോളം ഇതിലേതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് കമ്പയർസ് എന്താണ്, അൺനോൺ ഇൻഡക്ടൻസ് വിത്ത് സ്റ്റാൻഡേർഡ് കപ്പാസിറ്റൻസ് അല്ലേ. എന്താണ്, അൺനോൺ ഇൻഡക്ടൻസ് വിത്ത് സ്റ്റാൻഡേർഡ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്ക് നൽകുന്നത്. ഇറ്റ് കമ്പയർസ് ആൻ അൺനോൺ ഇൻഡക്ടൻസ് വിത്ത് സ്റ്റാൻഡേർഡ് കപ്പാസിറ്റൻസ് അല്ലേ. മാക്സ്വെൽ ബ്രിഡ്ജ് നമുക്ക് അൺനോൺ ഇൻഡക്ടൻസ് കണ്ടുപിടിക്കാനായിട്ട് സ്റ്റാൻഡേർഡ് കപ്പാസിറ്റൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് നോക്കിയ ക്വസ്റ്റ്യൻ ആണിത്, സോ ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഇസ് വിച്ച് ബ്രിഡ്ജ് ഇസ് പ്രിഫേർഡ് ഫോർ മെഷറിംഗ് ഇൻഡക്ടൻസ് വെൻ കോയിൽ റെസിസ്റ്റൻസ് ഇസ് ഹൈ. ഇൻഡക്ടൻസ് ഹൈ ആണെങ്കിൽ ഹെയ്സ് ബ്രിഡ്ജ് അല്ലേ. സോ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആൻഡ് ഒരു അഡീഷണൽ പോയിന്റ് എന്ന് പറയുന്നത്, ഹെയ്സ് ബ്രിഡ്ജ് സ്യൂട്ടബിൾ ഫോർ ഹൈ ക്യൂ ഫാക്ടർ കോയിൽ വേർ ദ കോയിൽ റെസിസ്റ്റൻസ് ഇസ് റിലേറ്റീവ്ലി ഹൈ കമ്പയർഡ് വിത്ത് ഇറ്റ്സ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇങ്ങനെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് തരാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് വൈസ് തന്നാലും ആൻസർ ചെയ്യണമല്ലോ. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാലോ, ഇതിലേതാണ് വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻകറക്റ്റ് എന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ? ഇതിൽ നമുക്ക് നോക്കുമ്പോഴേ അറിയാം അല്ലേ. ഷിയറിംഗ് ബ്രിഡ്ജ് ഇൻഡക്ടൻസ് മെഷർമെന്റ് എന്ന് തന്നിരുന്നാൽ അതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്. കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് മെഷേഴ്സ് ലോ റെസിസ്റ്റൻസ് ആൻഡ് മെഗർ മെഷേഴ്സ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്. ഷിയറിംഗ് ബ്രിഡ്ജ് ഇസ് യൂസ്ഡ് ഫോർ കപ്പാസിറ്റൻസ് ആൻഡ് ഡയലക്ട്രിക് ലോസ് മെഷർമെന്റ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് യൂസിംഗ് ഫോർ ഇൻഡക്ടൻസ് മെഷർമെന്റ് അല്ലേ. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് ആൻസർ കണ്ടെത്താനായിട്ട് പറ്റും. അതൊരു ഈസി ക്വസ്റ്റ്യനുമാണ് അല്ലേ. ശരി, ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഡിസോട്ടീസ് ബ്രിഡ്ജസ്. എന്താണ് ഡിസോട്ടി ബ്രിഡ്ജിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ഡിസോട്ടിക്ക് എന്ത് കാണാനുള്ള കഴിവില്ല, ഡൈഇലക്ട്രിക് ലോസ് കാണാനുള്ള കഴിവില്ല. സോ ഡിസോട്ടി ബ്രിഡ്ജ് എന്ന് പറയുന്നത് അസ്യൂംസ് കപ്പാസിറ്റേഴ്സ് ലോസ് ഫ്രീ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ലോസ് ഫ്രീ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് അതിന് എന്ത് കഴിവില്ല, ഡൈഇലക്ട്രിക് ലോസ് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. ഓഫ് പ്രാക്ടിക്കൽ കപ്പാസിറ്റേഴ്സ് ഷിയറിംഗ് ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആരെയാണ്, ഷിയറിംഗ് ബ്രിഡ്ജിനെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡേഴ്സൺ ബ്രിഡ്ജ് ഇസ് മോർ ആക്യുറേറ്റ് ദാൻ മാക്സ്വെൽ ബ്രിഡ്ജ് ബിക്കോസ്. എന്തുകൊണ്ടാണ്, നമ്മൾ ആൻഡേഴ്സണിൻ്റെ അകത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, കപ്പാസിറ്റർ യൂസ് ചെയ്യാൻ തുടങ്ങി അല്ലേ. അപ്പോൾ അത് കാരണം കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ടുള്ള റീഡിങ് നമുക്ക് കിട്ടും. So that is why Anderson bridge is modified Maxwell bridge that provides high accuracy in self-inductance measurement by using ഒരു സ്റ്റാൻഡേർഡ് കപ്പാസിറ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്തു ആൻഡ് അഡീഷണൽ റെസിസ്റ്റൻസ് ആം അല്ലേ. റെസിസ്റ്റൻസ് ആമിനോടൊപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് കപ്പാസിറ്റേഴ്സും ആഡ് ചെയ്ത് ആൻഡ് അതുപോലെ എന്താണ് ഒരു അഡീഷണൽ റെസിസ്റ്റൻസ് ആമും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ആൻഡേഴ്സൺ ബ്രിഡ്ജ് ആയിരിക്കും കുറച്ചും കൂടി എന്ത് ആക്യുറേറ്റ് ആയിട്ട് റീഡിങ് തരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഹാസ് ദി ഫോളോയിങ് വാല്യൂസ് തന്നിട്ട് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ വി നോ ദി ഇക്വേഷൻ P/Q is equal to R/X ആണെന്ന് നമുക്കറിയാം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എല്ലാ വാല്യൂസും ഉണ്ട് അല്ലേ. പിയുടെ വാല്യൂ ഉണ്ട് 100, ക്യൂവിൻ്റെ വാല്യൂ 50 ആണ്, ആറിൻ്റെ വാല്യൂ 100 ആണ്. നമുക്ക് ഇവിടുന്ന് എക്സ് കണ്ടുപിടിച്ചൂടെ. P/Q is equal to R/X വെച്ചിട്ട് ഡയറക്റ്റ് അറ്റ് ബാലൻസ് കണ്ടീഷൻ
ആണെന്ന് കരുതിയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ, അറ്റ് ബാലൻസ് കണ്ടീഷൻ തന്നിട്ടുണ്ട്. സോ വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ. നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് അൺനോൺ റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതുപോലെ ഒരു കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത് മെഷർ റെസിസ്റ്റൻസ് ഓഫ് 0.002 ഓം. ഇഫ് ദ ലീഡ് റെസിസ്റ്റൻസ് ഈസ് നോട്ട് കോമ്പൻസേറ്റഡ് ദ മെഷേർഡ് വാല്യൂ വിൽ ബി. അപ്പം ലീഡ് റെസിസ്റ്റൻസ് കോമ്പൻസേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന മെഷേർഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഹയർ വാല്യൂ ആയിരിക്കും അല്ലേ, ആക്ച്വൽ വാല്യൂവിനെക്കാളും വലിയ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. സോ ഇൻ ലോ റെസിസ്റ്റൻസ് മെഷർമെന്റ് ലീഡ് റെസിസ്റ്റൻസ് ആഡ് വെൻ ദ അൺനോൺ റെസിസ്റ്റൻസ് വിത്തൗട്ട് കോമ്പൻസേഷൻ മെഷർമെന്റ് റെസിസ്റ്റൻസ് ബിക്കം ഹയർ ദാൻ ദി ആക്ച്വൽ റെസിസ്റ്റൻസ്. വലിയ വാല്യൂ നമുക്ക് എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്ത് തരും. ഓക്കെ. സോ ഇവിടെ നമുക്കൊരു ക്വാളിറ്റി ഫാക്ടറിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. ക്വാളിറ്റി ഫാക്ടർ എന്താണ്? XL/R ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. 100/5 ഇട്ടപ്പോൾ വി ഗെറ്റ് 20. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ക്വാളിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഡയറക്റ്റ് ഇക്വേഷൻ. ഷെയറിംഗ് ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ടു മെഷർ അഗെയിൻ ദ സെയിം ക്വസ്റ്റ്യൻ കപ്പാസിറ്റൻസ് ആൻഡ് ഡയലക്ട്രിക് ലോസ്. അപ്പോൾ നമ്മൾ ഒത്തിരി അധികം ക്വസ്റ്റ്യൻസ് നോക്കിയായിരുന്നു. നമുക്ക് ഇനിയും കുറച്ചധികം ക്വസ്റ്റ്യൻസ് നോക്കാവുന്നതാണ്. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമ്മൾ പഠിച്ചത് വരെ നന്നായിട്ട് മസ്റ്റായിട്ട് എല്ലാവരും പഠിക്കുക. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.